ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ്. അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഹായ് ഗൈസ്, ഹായ്. ശ്രീ ഹിയർ. അതേപോലെ തന്നെ ഇഫ് യു ആർ ന്യൂ ഹിയർ, ഈ ചാനലിൽ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വൈഡ്ലി ഡിസ്കസ്ഡ് അല്ലാത്ത ആസ്പെക്ട്സ് അല്ലെങ്കിൽ എന്താ നിങ്ങളെ പുതിയ പുതിയ ടോപ്പിക്സിലേക്ക് കൊണ്ടുവരിക, നിങ്ങളെ ചിന്തിപ്പിക്കുക. എന്നും ഈ ന്യൂസും പ്രോഗ്രാമും ഇൻസ്റ്റാഗ്രാമും മാത്രമല്ലാതെ വേറെ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന കുറേ പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഡ്യൂഡ് ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, അത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല ബ്രോ. നമ്മളെ കാട്ടി 10-20 വയസ്സുള്ള മണ്ടന്മാർ ന്യൂക്ലിയർ ബോംബും കൊണ്ടിരിക്കുക. അവിടെ ഇടണോ ഇവിടെ ഇടണോ. നമ്മളുടെ പ്രായമുള്ളവർ അല്ലെങ്കിൽ നമ്മളെ കാട്ടി 5 വയസ്സ് മൂത്തവര് എൻറ്റയർ ആർമീസ് കൺട്രോൾ ചെയ്യുക, ബോർഡറിൽ അപ്പുറത്തോട്ട് അറ്റാക്ക്. ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. അപ്പോൾ നമ്മളുടെ സുഖജീവിതം മാത്രമല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ ബാക്കി കാര്യങ്ങളും ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ അറിയിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. അതിനുപരി നമ്മൾ പോവും ലെസർ നോൺ. സോ ആദ്യമേ തന്നെ ഈ പോഡ്കാസ്റ്റിന്റെ നോം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5-10 മിനിറ്റ്സ് വി ഡിസ്കസ് അബൌട്ട് ദി കറണ്ട് അഫയേഴ്സ്. സോ യു വാണ്ട് സ്റ്റാർട്ട്? കാരണം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു, ഒരു ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഡോണ്ട് വറി, ശ്രീസ് പോഡ്കാസ്റ്റ് ഇസ് ഹിയർ. അപ്പോൾ ഇന്നലെ രാവിലെ ഏർലി മോർണിംഗിലാവുമ്പോൾ ഇസ്രോ ഇന്ത്യയിലെ ഏറ്റവും ഹെവിയസ്റ്റ് സാറ്റലൈറ്റ്, നമ്മളുടെ ഏറ്റവും ഹെവിയസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് നടത്തി. കാരണം അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് പേലോഡാണ്. അതിനകത്ത് അമേരിക്ക അവരുടെ ബ്ലൂബേർഡ് 6 എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അവരുടെ 5Gയോ ടെലികമ്മ്യൂണിക്കേഷനോ അവരുടെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നാസ വഴി ഉണ്ടാക്കി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫണ്ട് ചെയ്ത് ഉണ്ടാക്കി അവരത് സ്പേസിലേക്ക്, നമ്മുടെ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. ഇത്രയും വലിയ ഫണ്ടിങ്ങും ബില്യൺ രൂപകളും നാസ ഉണ്ടാക്കി വെച്ചിട്ട് അവരെന്താ ചെയ്തറിയാവോ? ഇത്രയും ഓക്കെ, ഇത് മുകളിൽ എത്തിക്കണമെങ്കിൽ പയ്യന്മാരെ വിളിക്കുക. ഇസ്രോയാണ് വിളിച്ചത്. അവരുടെ നാസ ലോഞ്ച് ചെയ്തില്ല, സ്പേസ് എക്സിനെ കൺസിഡർ ചെയ്തില്ല, ബ്ലൂ വെർജിനെ കൺസിഡർ ചെയ്തില്ല, വെർജിൻ ഗലാക്റ്റിക്കിനെ കൺസിഡർ ചെയ്തില്ല. അവര് ഇസ്രോയെ വിളിച്ചു. സോ അതെനിക്കറിയില്ല. സോ അവർ പേലോഡ് വാസ് അമേരിക്കൻ. യെസ്, അവർ പേലോഡ് വാസ് അമേരിക്കൻ. അതെനിക്കറിയില്ല. ബ്ലൂബേർഡ് എന്ന് പറയുന്ന അമേരിക്കൻ ഗവൺമെന്റും പ്രൈവറ്റ് കമ്പനി ആയിട്ട് ചേർന്ന് നാസയായിട്ടുള്ള സാധനമാണ്. നാസയുടെ സാധനമാണ് നമ്മൾ മോളിൽ കൊണ്ട് വിട്ടത്. അതിനകത്ത് കോൺസ്പിറസി കാണാതിരിക്കാം, ബട്ട് they are capable of doing it അല്ല. കഴിഞ്ഞ 9 LMV ലോഞ്ചസ്, കഴിഞ്ഞ 9 അണ്ണവും പൊട്ടാതെ പോയ ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അമേരിക്ക കഴിഞ്ഞ ആഴ്ച അല്ല, 2 ആഴ്ച, ഒരു 10 ഡേയ്സ് മുന്നേ ഒരെണ്ണം വിട്ടു, പൊട്ടിത്തെറിച്ചു. കണ്ടു കാണത്തില്ല, കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ വരത്തില്ല. സക്സസ് ആയി കഴിഞ്ഞാലേ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരും. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയോ ഫോട്ടോ ഇട്ടേക്കാം. കഴിഞ്ഞ 10 ഡേയ്സിനുള്ളിൽ ഒരെണ്ണം പൊട്ടി. അപ്പോൾ ഞാൻ ഇപ്പം വേറൊരു പുതിയ ട്രെൻഡ് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ, വൈ ക്രൈ ഫോർ ബംഗ്ലാദേശ്. അത് ഇനി ആ ട്രെൻഡിനകത്ത് ഞാൻ വേറെ ബംഗ്ലാദേശിൽ ഒരാൾ മരിക്കുമ്പോ ഇത്ര ഒച്ചപ്പാട് ഉണ്ടാക്കണത്, അത് ഈ അതല്ല, അത് ഇടുന്ന ആരാ? ഇൻസ്റ്റാഗ്രാമിലെ ക്യൂട്ട് ഡാൻസസ് ഒക്കെ ചെയ്യുന്ന ബാഡീസ്. ബാഡീസിനോട് ഒരു കാര്യം പറയാവുള്ളൂ, നിങ്ങൾ ഫ്രീ പാലസ്റ്റൈൻ ഇട്ടിട്ട് സൈഡിലോട്ട് ഇരുന്നോളൂ. നിങ്ങൾക്ക് കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അറൌണ്ട് 4 മില്യൺ സപ്പോർട്ടേഴ്സ്. ബാക്കി 300 കോടി പേര് 100 കോടി പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പീപ്പിൾ ആർ വേക്കിംഗ് അപ്പ്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ആരും നിങ്ങൾ ഫ്രീ ബംഗ്ലാദേശോ ഹിന്ദു ലൈവ്സ് മാറ്ററോ ഇടേണ്ട കാര്യമില്ല. ആണുങ്ങൾ ഇവിടെ ഉണ്ട്, നല്ല പെണ്ണുങ്ങളും ഇവിടെ ഉണ്ട്, നല്ല സൂപ്പർ സനാതനി ആളുകൾ ഈ രാജ്യത്തുണ്ട്. അവര് നമ്മളുടെ ടോപ്പ് ഓഫ് ദി ലൈൻ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ചെയ്യേണ്ട കാര്യം ഉടനെ ചെയ്തോളും, ആരും വിഷമിക്കണ്ട. അത് നമുക്ക് വിട്ടേക്കാം, അതിലോട്ട് നമുക്ക് പോകുന്നില്ല. കാരണം അത് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പച്ചയായ കാര്യങ്ങൾ വിളിച്ച് പറയുക, അത് കുറച്ച് എൻ്റെ വ്യൂവേഴ്സിനെ. ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല ഈ ഫ്രീ പാലസ്റ്റൈൻ മൂവ്മെന്റിന്. പക്ഷെ ഇമീഡിയറ്റ്ലി ഫ്രീ ബംഗ്ലാദേശ് അതിനെതിരെ ഒരു മൂവ്മെന്റ്, വൈ ഫ്രീ വൈ ക്രൈ ഫോർ ബംഗ്ലാദേശ്. അതിനകത്ത് ഞാൻ ഈയിടെ ഒരു ഇത് ഉണ്ടായിരുന്നു, ഒരു പയ്യൻ, അവന്റെ പേര് ഓർമ്മയില്ല, പക്ഷെ അവൻ എല്ലാ മതവും എല്ലാ ദൈവവും, അവൻ ഒരു പയ്യനെ, നിങ്ങളിത് അറിയേണ്ട കാര്യമാണ്, ഞാൻ ഇതിന് പൊളിറ്റിക്സൈസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ എല്ലാ ദൈവവും എല്ലാ മതവും ഒന്നാണെന്ന് പറഞ്ഞതിന് അവനെ പോലീസുകാർ പിടിച്ചു. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് എല്ലാ മതവും ഒന്നല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹുവും
കൃഷ്ണനും അല്ലെങ്കിൽ അള്ളാഹുവും ജീസസും 2 ദൈവങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അങ്ങനെ അവനെ ബ്ലാസ്ഫെമിക്ക് പിടിച്ചു. പോലീസുകാർ എന്നിട്ട് പള്ളിക്കാർക്ക് കൈമാറി. ഇത് ഞാൻ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല, നടന്ന കാര്യം പറയാം. പള്ളിക്കാർക്ക് കൈമാറി, പള്ളിക്കാർ അവനെ അടിച്ചു കൊന്ന് ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ച് വീഡിയോ എടുത്തിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. ഞാനിത് ഇവിടുത്തെ മുസ്ലിംസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ദീസ് ആർ ഇസ്ലാമിക് ടെററിസ്റ്റ്. ഇവർ കാരണം ഹിന്ദുക്കൾക്ക് പ്രശ്നമാണ്, ഇവർ കാരണം ക്രിസ്ത്യൻസിന് പ്രശ്നമാണ്, ഇവർ കാരണം ഒറിജിനൽ നല്ല മുസ്ലിംസിനും പ്രശ്നമാണ്. സത്യം. അതെ അതെ, ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കാരണം 5 നേരവും നിസ്കരിച്ച് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരെ രാജ്യം വെറുത്തു തുടങ്ങിയാണ്. സാഡ്ലി ഇറ്റ് ഈസ് എ ട്രൂത്ത്. സംഭവം എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദി ബാഡ് പീപ്പിൾ, ഗുഡ് പീപ്പിളിനെ ഹേറ്റ്. അതെ, ഗുഡ് പീപ്പിളിനെ ഹേറ്റ്. കാരണം ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലായാലും നമ്മളുടെ സോഷ്യൽ സർക്കിളിലായാലും പണ്ട് സെക്യുലർ ആയിട്ടുള്ള 10ൽ 9 ആളുകളും പ്രോ സെക്യുലറിസം വിട്ട് കഴിഞ്ഞു, റൈറ്റ് വിങ്ങിലോട്ട് മാറുകയാണ്. മാത്രമല്ല ഒരു ഇസ്ലാമോഫോബിക് ട്രെൻഡും വരുന്നുണ്ട്. ഇറ്റ് ഈസ് ട്രൂ. അത് ഞാനോ ഇവനോ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യയിലും യൂറോപ്പിലും ഒക്കെ വരുന്നുണ്ട്. അതിന് കാരണം ഈ ഇസ്ലാമിക് ടെററിസ്റ്റുകളാണ്. അതിന് സഫർ ചെയ്യുന്നത് പാവം അള്ളാഹുവിനെ പ്രാർത്ഥിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവർക്കാണ് പ്രശ്നം വരാൻ പോകുന്നത്. മറ്റേമാര് പാകിസ്ഥാനിലും മലയിലും ഗുഹേറടിയിലുമാണ്. എനിക്കിത് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമുക്ക് വി ക്യാൻ ബി ബ്ലൈൻഡ് അബൌട്ട് ദിസ് ഫാക്ട്. പക്ഷേ ടു ബി ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് പാസിഫിസ്റ്റ് ഈ നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിക് കമ്മ്യൂണിറ്റീസ് ഇവർക്കെതിരെ ഒരു മൂവ്മെന്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങളെ 2 പേരും ഒന്നായിട്ട് ആളുകൾ കാണാൻ തുടങ്ങും. കാരണം ഇത്തരം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എനിക്കിത് പറ്റിപ്പോകുന്നു. സാധാരണക്കാരന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ന്യൂസിലോട്ട് പോകുന്നു. മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ബഡി, അടുത്തൊരു സാധനം എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ വെനിസ്വേലൻ US ടെൻഷൻസ് ആർ വെരി മച്ച്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം വെനസ്വേലയാണ്. അതുകൊണ്ട് ലോകത്തിലെ ഫ്രീഡത്തിന് വേണ്ടി അറേബ്യ അല്ല, വേറെ രാജ്യങ്ങളല്ല, ആഫ്രിക്ക അല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യം വെനസ്വേലയാണ്. അത് കഴിഞ്ഞ് ഗ്രീൻലാൻഡാണ്. ഗ്രീൻലാൻഡിലെ ട്രംപ് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു വരുന്നു. വെനസ്വേലയെ അറ്റാക്ക് ചെയ്തു, 2 ഓയിൽ ടാങ്കർ പിടിച്ചെടുത്തു. വാർ ഉടനെ പ്രഖ്യാപിക്കും, അതിനകത്ത് യാതൊരു സ്വാതന്ത്ര്യമില്ല. അമേരിക്ക ഈസ് എ വേൾഡ് ഈവിൾ, അത് മനസ്സിലാക്കുക. നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക. അത് പോട്ടെ. അടുത്തത് PM വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇതിൽ മാക്സിമം എല്ലാവരിലും എത്തിക്കണം. ഇത് എന്ന് പറഞ്ഞാൽ PM വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ ലോകത്ത് അല്ല ഇന്ത്യയിൽ ഫോർമലി എംപ്ലോയിഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഫോർമൽ എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാനും എന്നാൽ ആളുകൾ ജോലിക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യാനും എല്ലാ വർഷവും 15,000 രൂപ ജോലി ചെയ്താൽ മാത്രം മതി. ഓഫർ ലെറ്റർ ഉള്ളവർക്ക് 15,000 രൂപ സർക്കാർ കൊടുക്കും, അഡീഷണൽ ബോണസ് ആയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി 1.5 ലക്ഷം കോടി ഇന്നലെ പാർലമെന്റിൽ അംഗീകരിച്ചു. 1.5 lakhs crore ഇയർലി. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നവനാണ്, നിങ്ങൾക്കിപ്പം ഒരു എംപ്ലോയ്മെന്റിലുണ്ട്, നിങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓഫർ ലെറ്ററും നിങ്ങളുടെ കമ്പനിയിൽ എംപ്ലോയി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ PM വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ചെയ്തിടുക. സമയമാകുമ്പോൾ ഈ വർഷം തന്നെ 15,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഇത് ഫേക്ക് അല്ല, ഇതൊന്നും അല്ല, ഇത് ഗവൺമെൻറ് ഇത് ചെയ്തതാണ്. ന്യൂസ് ചാനലൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ആധാറും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ ഇത് ഉപയോഗിച്ച് തുടങ്ങി. ഇത് ആളുകളിൽ എത്തുന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുക. അടുത്തത് ഇന്ത്യയെ പറ്റിയുള്ളൊരു കുഞ്ഞു ന്യൂസാണ്. K4 SLBM എന്ന് പറയുന്ന K4 എന്ന് പറയുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ ഇന്നലെ ടെസ്റ്റ് ചെയ്തു സക്സസ്ഫുൾ ആയിട്ട്. ബേ ഓഫ് ബംഗാളിലാണ് ടെസ്റ്റ് ചെയ്തത്. ഇൻഡിജിനിയസ്ലി മെയ്ഡ്. ബംഗ്ലാദേശിൻ്റെ അടുത്ത് നമ്മൾ ഒരു ന്യൂക്ലിയർ കേപ്പബിൾ സബ്മറൈൻ ലോഞ്ച്ഡ് ന്യൂക്ലിയർ മിസൈൽ ടെസ്റ്റ് ചെയ്തു. K4 എന്ന് പറയുന്ന പുതിയ ടെക്നോളജിയാണ്. 5,500 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇന്ത്യ സൈലന്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ത്യ ഈസ് ഡൂയിങ് ഇറ്റ്സ് വർക്ക്. പക്ഷേ ഈയിടെ മറ്റേ റഷ്യ എന്തോ മറ്റേ ടെൻഷൻസ് വന്നപ്പോഴില്ലേ, റഷ്യ മറ്റേ കിൻസിൽ ചുമ്മാ പറഞ്ഞ പൊട്ടിച്ചുള്ളത് ഓർമ്മയുണ്ട്. അത് മാത്രമല്ല, ഈ ബംഗ്ലാദേശിന്റെ പ്രശ്നത്തിൽ വന്നപ്പോൾ ഇന്നലെ പ്രസിഡന്റ് പുടിൻ പറഞ്ഞു, ഡു നോട്ട് ഫോർഗെറ്റ് 1971 എന്ന്. ഇന്ത്യ എന്തുമാത്രം, ഇന്ത്യ 6,000 പേരോ 3,800 പേരോ 6,000 പേരോ എന്തോ ഇന്ത്യൻ സോൾജേഴ്സ് ജീവൻ കൊടുത്തിട്ടാണ് ഇന്ന് ബംഗ്ലാദേശ് ഉള്ളത്.
അവരാണ് ഇന്ന് നമ്മളോട് ചെയ്യുന്നത്. ഐ ഹോപ്പ് മിലിറ്ററി ടേക്സ് ആക്ഷൻ. ഇനിയും ലോകത്തൊരു മനുഷ്യനെയും 20-ാം നൂറ്റാണ്ടിൽ കൊന്നിട്ട് മരത്തിൽ കെട്ടിയിട്ട് കത്തിക്കുന്ന ആരായാലും അവരെ നശിപ്പിക്കുക, ബോംബിട്ട് കൊല്ലുക. അവരുടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഓൺ. എനിക്കൊരു കാര്യം കൂടെ പറയണം. ടെററിസ്റ്റുകളെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റൂല. കുറച്ച് ബാഡീസിന്റെ സ്റ്റോറി എന്നോണ്ട് ഞാൻ പറയാം. അവരും പാവങ്ങളല്ലേ, അവർക്ക് കുടുംബമുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ചാകുമ്പോഴും തന്നെ പറഞ്ഞു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോഡ്കാസ്റ്റ്. യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോഡ്കാസ്റ്റ്. വാട്ട് ഈസ് ടുഡേയ്സ് ടോപ്പിക്? ഇന്നത്തെ ടോപ്പിക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യത്തിനെ പറ്റിയാണ്, പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇത് എന്തുമാത്രം റെലവൻസ് വരുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം ഇതിനെപ്പറ്റി നമ്മൾ മനുഷ്യരെന്ന രീതിയിൽ ചിന്തിക്കുന്നേ ഇല്ല. നമ്മളുടെ ഹിസ്റ്ററിയും ഫ്യൂച്ചറും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് പറഞ്ഞു തുടങ്ങാം. ഒരു കഥയായിട്ട് നമുക്ക് പോവാം. അപ്പോൾ കഥ തുടങ്ങുന്നത് 1966-ലാണ്. 1966 ഒരു സയൻറ്റിസ്റ്റ് ഒരു ബുക്ക് എഴുതി. ആ ബുക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇമ്പാക്റ്റ് വരുത്തുന്നത്, ലോകത്ത് ഭൂമിയിലെ എല്ലാ കോണിലും അതൊരു പ്രശ്നമാവാൻ പോകുന്ന ഒരു ബുക്കായിരുന്നത് കൊണ്ട് പബ്ലിഷ് ചെയ്ത് 40 ഡേയ്സോ 30 ഡേയ്സോ എന്തോ ആയുള്ളൂ. അതിന് മുന്നേ, അത് ആരും വായിക്കുന്നതിന് മുന്നേ അതിനെ CIA ക്ലാസിഫൈ ചെയ്തു. ബ്ലൂ ബീമിനെ പറ്റിയൊക്കെ എഴുതിയേക്കുന്ന ബുക്കാണ്. അപ്പോൾ CIA ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ഈ ബുക്കിനെ പറ്റി ഡീക്ലാസിഫൈ ചെയ്തതും എനിക്കും നിങ്ങൾക്കും, ഇപ്പം നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്ന നിങ്ങൾക്കും വന്ന് ഈ ബുക്കിനെ പറ്റി ലോകം അറിയുന്നത് 2020-ലാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 66 വർഷത്തേക്ക് ഈ ബുക്ക് ക്ലാസിഫൈ ചെയ്തു വെച്ചു. എന്നിട്ട് ഇത് 2020 ഇത് ഡീക്ലാസിഫൈ ചെയ്തു. ഡീക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ 284 പേജുള്ള ആ ബുക്കിനകത്തെ 57 പേജേ ഇന്നും ഡീക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ. അതെ. എന്നിട്ട് ഈ 66 വർഷത്തിന് ശേഷമാണ് ആ ഡീക്ലാസിഫൈ ചെയ്തിട്ട് ഈ ബാക്കി 220 പേജ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സാനിറ്റൈസ്ഡ് ഫോർ ദി സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി. ഇത് കറന്റ്ലി അണ്ടർ ദി പൊസഷൻ ഓഫ് CIA. നമുക്ക് 284 പേജുള്ള ബുക്കിനകത്ത് 57 എണ്ണം നമുക്ക് പബ്ലിക്കലി ഇപ്പൊ CIAയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഡീക്ലാസിഫൈഡ് ആർക്കൈവ്സിൽ നിന്ന്. സാനിറ്റൈസ് ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് ആ സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബുക്ക് എടുക്കുമ്പോൾ 220 പേജ് സാനിറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞ. അപ്പോ ഈ 66 വർഷം മുമ്പേ എഴുതിയ ബുക്കിനകത്ത് എന്താണ് ഇത്ര ഡേഞ്ചറസ്, മനുഷ്യർ ഇത് അറിഞ്ഞാൽ എന്താ പറ്റുക, ഈ 220 പേജിനകത്ത് എന്തായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യമാണ്. അപ്പം ഈ ബുക്ക് വായിച്ചിട്ടും ഈ ബുക്കിനെ പറ്റി പഠിച്ചിട്ടും ഡിഫറെൻറ്റ് പോഡ്കാസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബുക്കിനെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ എൻഡിനെ പറ്റി എഴുതിയ ബുക്കാണ്. ആൻഡ് പുള്ളി ഒരു ഡോക്ടറേറ്റ് ആണ്, പുള്ളി ഒരു സയൻറ്റിസ്റ്റ് ആണ്, പുള്ളി ഒരു എൻജിനീയർ ആണ്, പുള്ളി വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻ്റ് ആളാണ്. പുള്ളി റിസർച്ച് ചെയ്ത് എഴുതിയ ബുക്കാണ്. അത് ക്ലാസിഫൈ ചെയ്തു അമേരിക്ക. അപ്പോൾ ഈ ബുക്ക് എഴുതി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ ഇത് കേട്ട് പോകും തോറും നമുക്ക് ചെറിയ ഉള്ളിലൊരു ഭയം വരും. കാരണം ഇത് പഠിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഓ ഷിറ്റ്, ഇത് ഞാൻ അറിയേണ്ടിയിരുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ യെസ് ആൻഡ് നോ എന്നുള്ളൊരു തോട്ട്. തിരിപ്പല്ല, പക്ഷേ ഹാർഡ് ട്രൂത്ത്. നമ്മളുടെ മിത്തോളജിയും നമ്മളുടെ ഫ്യൂച്ചറും കണക്ട് ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗോഡ്സിനെയും, നമ്മളുടെ പുരാതന ഗോഡ്സിനെയും നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന ഏലിയൻസിനെയും പറ്റി കണക്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ 1966 കഥ ഇങ്ങനെ പോകുന്നത്, ഫോർമർ മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോക്ക്ഹീഡ് മാർട്ടിൻ ഇല്ലേ, ഇന്നത്തെ ലോക്ക്ഹീഡ് മാർട്ടിൻ, എയർബസ് അല്ലെങ്കിൽ റോൾസ് റോയ്സ്, ഇതെല്ലാം ഈ മക്ഡൊണാൾഡ് ഡഗ്ലസിൽ നിന്നൊക്കെ വന്ന എഞ്ചിനീയേഴ്സ് ഒക്കെയാണ്. അന്നത്തെ ഏറ്റവും കൊല്ലക്കൊമ്പൻ. അന്ന് 60 വർഷം 80 വർഷം മുന്നേ എയർലൈൻസും എയർബസ്സുകളും പോലുള്ള പ്ലെയിൻ ഉണ്ടായിക്കൊണ്ടിരുന്നതിനകത്തെ വൺ ഓഫ് ദ ചീഫ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു ഈ ഡോക്ടർ ചാൻ തോമസ്. ഈ ചാൻ തോമസ് ആണ് ഇതിനെപ്പറ്റി ബുക്ക് എഴുതിയത്. അപ്പോൾ ഈ ചാൻ തോമസ് എഴുതിയ ബുക്ക് എന്തിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ പോൾ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയാണ് എഴുതിയേക്കുന്നത്. എർത്തിന്റെ പോൾ ഷിഫ്റ്റ്. ഇത് ഒരു സൈക്ലിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണെന്നും ഇതൊരു റെഗുലർ ഇന്റർവെൽസിനാണ് ഇത് എപ്പോഴും നടക്കുന്നതെന്നും ഇതെല്ലാ വട്ടവും ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ ഇത് ഭൂമിയെ വൈപ്പ് ഔട്ട് ചെയ്യുമെന്നും
അത് കഴിഞ്ഞ് അടുത്ത ഇതില് ഭൂമിയിലെ ആളുകൾ സർവൈവ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ഏജിൽ നിന്ന് തുടങ്ങുമെന്നും പറയുന്നു. ഇത് നമ്മൾ ഇതിന് മുന്നേ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കഥയാണ്. ഇത് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചാണെന്ന് അറിയാമോ? നമ്മൾ ഹിന്ദുയിസത്തില് ഇതിന് യുഗങ്ങളെന്ന് പറയും. മനസ്സിലായോ? ഇതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പോകാം. ഈ യുഗങ്ങളെ പറ്റി ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് പറയുന്നതാണ്. ബേസിക്കലി എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരുപാട് റെവല്യൂഷൻ കഴിയുമ്പോൾ പോൾസിനും ഡയറക്ഷണൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവൻ. അത് എല്ലാ പ്രൂഫും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം പുള്ളിയുടെ ബുക്ക് അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് വി ആർ ദ 6th അഡ്വാൻസ് സിവിലൈസേഷൻ ഓൺ എർത്ത്. ഇതാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അതിന്റെ പ്രൂഫും കാര്യങ്ങളുമാണ് അയാൾ ആ ബുക്കിൽ 200 പേജ് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം 6ാമത്തെ സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആണ് നമ്മളെന്നും അതിന് മുകളിലോട്ടും നമ്പർ പോവാം. പക്ഷെ ഈ ഫർദർ ബാക്കിലോട്ട് സെർച്ച് ചെയ്ത് പോകും തോറും നമുക്ക് തെളിവുകൾ കിട്ടും. പക്ഷെ ആ തെളിവുകളെ പറ്റി ഈ സിവിലൈസേഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ആ എൻറ്റയർ കോണ്ടിനെന്റ്സ് പോലും ഇപ്പൊ വെള്ളത്തിനടിയില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. തെളിവായിട്ട് 100% അയാൾ പോസ്റ്റുലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ബുക്കില് 6 എണ്ണത്തിന്റെ തെളിവാണ് വെച്ചേക്കുന്നത്. മനസ്സിലായോ? 6 എണ്ണത്തിന്റെ തെളിവ് ലൈക്ക് റെക്കോർഡിക്കലി. യെസ്, റെക്കോർഡിക്കലി. അപ്പം ഈ യുഗാസ് എന്ന് പറയുന്ന ഈ ബുക്കിന് പേരുണ്ടോ? ഈ ബുക്കിന്റെ പേരുണ്ട്. ഇതെല്ലാം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിട്ട് ഈ പോഡ്കാസ്റ്റിനെ കാണാവും. അപ്പൊ ഈ യുഗാസ് എന്ന് പറയുന്ന കാര്യം നമ്മളെ ഹിന്ദു മിത്തോളജിയിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സത്യയുഗ, പിന്നെ വേറൊരു യുഗ, 4ാമത്തെ കലിയുഗ കഴിഞ്ഞിട്ട് 5ാമത് ചെറിയൊരു പീരീഡ് കഴിഞ്ഞ് പിന്നെയും സത്യയുഗയാണ്. ഈ എല്ലാ യുഗത്തിന്റെ അവസാനം വലിയൊരു പ്രളയ എന്നുള്ള വാക്കാണ് വരുന്നത്. കറ്റാസ്ട്രഫി എന്നുള്ള വാക്കാണ്. ആ കറ്റാസ്ട്രഫി വരുന്നത് എപ്പോഴും വെള്ളത്തിൽ കൂടെയും വായുവിൽ കൂടെയാവും. ഇത് വന്ന് കഴിഞ്ഞ് ആളുകൾ പിന്നെയും സത്യയുഗത്തിൽ മനുഷ്യര് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ബുദ്ധിസം. നേപ്പാളില് ബുദ്ധിസവും ഇന്തോനേഷ്യയിലും ഒക്കെ ഉള്ള ഇതില് കാലചക്ര എന്നുള്ള വാക്കാണ് പറയുന്നത്. കാലചക്ര എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റഫ്. യുഗങ്ങൾക്ക് പകരം കാലം ചക്രങ്ങളായിട്ട് വീലായിട്ട് പോകുന്നു. ഈ മനുഷ്യര് തുടങ്ങുന്നു, വലുതാവുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, പന്നലാവുന്നു, ഭൂമിയായിട്ട് ശത്രുക്കളാവുന്നു, ഭൂമി ഇവരെ നശിപ്പിക്കുന്നു, പിന്നെയും മനുഷ്യര് തുടങ്ങുന്നു. ഇത് ചക്രങ്ങളായിട്ട് പോകുന്നു പറയും. പല മിത്തോളജിയിലും, മായൻ മിത്തോളജിയിലും സുമേരിയൻ മിത്തോളജിയിലും എപ്പിക്കുകളായിട്ട് പറയും. ഇതിനെ ക്ലെൻസിങ് എന്ന് പറയും. ദൈവം ഭൂമിയിലുണ്ടാക്കിയ മക്കളെ മടുക്കുമ്പോൾ ഭൂമിയിലെ മക്കളെ കൊന്നിട്ട് അടുത്ത മക്കളെ സൃഷ്ടിക്കും. യുഗങ്ങളായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ റിഡംഷനോ ജീസസ് വരുമെന്നോ ആളുകളെ ഹെവനിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ പാവികളെ എഴുതും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ എല്ലാ കഥയിലും ഒരു 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 വേറൊരു സംഭവമുണ്ട്. എപ്പോഴും ആരോ എവിടുന്നോ വരുമെന്നും അവർ നമ്മളെ ഈ പുതിയ ആളുകളെ സിവിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നും ഒരു കഥയുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദു മിത്തോളജിയിലാണെങ്കിൽ കൽക്കി എന്നൊരു പേരുണ്ട്. കൽക്കി വന്നാണ് ഈ കലിയുഗത്തിൽ നിന്ന് പുതിയ യുഗത്തിലേക്ക്, സത്യയുഗത്തിലേക്കുള്ള ട്രാൻസിഷൻ തുടങ്ങുന്നത്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ക്രൈസ്റ്റ് ദ റെഡീമർ വരും, ക്രിസ്തു വരും. മുസ്ലിം മിത്തോളജിയിലാണെങ്കിൽ വേറൊരു പുള്ളി വരും. പുള്ളിയുടെ പേര് മെഹദി അങ്ങനെ എന്തോ ആണ്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ എല്ലാ ഇതിലും വരും. ഇത് തന്നെയാണ് ഡോക്ടർ നമ്മുടെ ചാനു എഴുതി വെച്ചേക്കുന്നത്. ഭൂമിയുടെ എവിടെ നിന്നോ, മേ ബി അണ്ടർഗ്രൗണ്ട്, മേ ബി ബിയോണ്ട് ദി ഐസ് വാൾ, ഈ സംഭവം നമ്മളുടെ ഈ നോൺ വേൾഡിൽ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം വെളിയിൽ നിന്ന് ഇൻ്റർവെൻഷൻസ് എപ്പോഴും വരും. ഈ 6 തവണ ഉണ്ടായ ഇൻ്റർവെൻഷൻസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആളുകൾ ഏകദേശം സെയിം സ്പീഷീസ് ആണ്. ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഒരു കോണ്ടിനെന്റിൽ നിന്ന് വരുന്നവരാവാം, ചിലപ്പം ഭൂമിയുടെ അണ്ടർ വേൾഡിൽ ജീവിക്കുന്നവരാവാം, ചിലപ്പം മാർസിൽ നിന്ന് വരുന്നവരായിരിക്കാം. വി ഡോണ്ട് നോ. പക്ഷെ വരുന്നതും ഇൻഫ്ലുവൻസും എല്ലാം സെയിം ആണ്. മനസ്സിലായോ? സിക്ലിക്കൽ ആയതുകൊണ്ട് സിക്ലിക്കൽ എവിഡൻസുകളും സെയിം ആണ്. അപ്പോൾ ഡോക്ടർ തോമസ്, ഈ ചാൻ തോമസ് എന്ന് പറയുന്ന ആള് മാത്രമല്ല ഇത് ഫസ്റ്റ് ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്തേക്കുന്നത്. ഈ തിയറി ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. 1958 ചാൾസ് ഹാപ്ഗുഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, പുള്ളിയും ഇതിനെപ്പറ്റി ഡീപ്പ് റിസർച്ച് നടത്തി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേരാണ് എർത്ത് ഷിഫ്റ്റിംഗ് ക്രസ്റ്റ്. എർത്ത് ഷിഫ്റ്റിംഗ് ക്രസ്റ്റ്. ഈ എർത്ത് ക്രസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് വെച്ചാണ് ഇതെല്ലാം പോകുന്നത്.
അപ്പം നമ്മൾ വിചാരിക്കും ഇത് എന്തോ ഡിലൂലു ആണ്, നിനക്കെന്തോ അറിയാം, അത് നിനക്കെന്തോ അറിയാം, ഈ ചാൾസ് ഹൂപ്ഗഡ് ആരാ, ഹാപ്ഗുഡ് ആരാ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയാം, ഈ ചാൾസ് ഹാപ്ഗുഡിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആരാന്നറിയാമോ? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇയാളെ ഈ ബുക്ക് എഴുതാൻ സഹായിച്ചത്. ആ ബുക്കിന്റെ ഫോർവേഡ് എഴുതത്തില്ലേ, നമ്മൾ വലിയ വലിയ ബുക്ക് എഴുതുമ്പോൾ അതിന്റെ ഫോർവേഡ് എഴുതത്തില്ലേ വേറെ ആരെങ്കിലും ഇത് സജസ്റ്റ് ചെയ്യുന്ന പോലെ, ആ ബുക്കിന്റെ ഫോർവേഡ് എഴുതിയേക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. മനസ്സിലായോ? ഇത് കുഞ്ഞുകളിയല്ല. ന്യൂക്ലിയർ ബോംബും മറ്റേതും മറിച്ചതും ഒക്കെ കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇയാളുടെ ഈ ബുക്കിന്റെ ഫോർവേഡ് എഴുതിയേക്കുന്നത്. എന്ന് പറയാൻ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആ ബുക്കിന്റെ ഒത്തന്റിസിറ്റി, അതെ, അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കോണ്ടിനെന്റൽ ഷിഫ്റ്റ് ഒക്കെ അന്ന് ഇവർ കണ്ടുപിടിച്ചിരുന്നു. അന്നൊക്കെ ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം മെയിൻ സ്ട്രീമിലോട്ട് വന്നതാണ്. പക്ഷെ അന്ന് അത് സൂഡോ സയൻസ് ആണെന്ന് വിചാരിച്ച ഇതെല്ലാം ഇന്ന് സയൻസായി. ഇന്ന് നമ്മൾ കോണ്ടിനെന്റൽ ഷിഫ്റ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. എങ്ങനെയാ? ടെക്ടോണിക് പ്ലേറ്റ്സ് കേട്ടിട്ടില്ലല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ടെക്ടോണിക് പ്ലേറ്റ്സ് അനങ്ങും, ടെക്ടോണിക് അനങ്ങുന്നതിൻ്റെ അവിടെയാണ് ഇത് വരുന്നത്, എല്ലാം അക്സെപ്റ്റ് ചെയ്തു നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ 4 ബില്യൺ ഇയേഴ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4 ബില്യൺ ഇയേഴ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാൻജിയ എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റ്. പാൻജിയ എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റ് സ്പ്ലിറ്റ് ആയിട്ടാണ് ആഫ്രിക്കയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും ഹിമാലയത്തിൽ വന്ന് ഇടിച്ചത്, ഹിമാലയം ഉണ്ടാവുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആഫ്രിക്കയിൽ നിന്ന് വിഘടിച്ച് ഇങ്ങനെ വന്ന് ഈ എന്താ പറയുന്നത് ചൈനയൊക്കെ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ വന്ന് ഇടിച്ച് ഇത് ഇങ്ങനെ പൊങ്ങിയതാണ് ഹിമാലയം എന്നാണ് നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്നത്. ഇത് ഫാക്ട് ആണ്. അതെ. അപ്പോൾ അത് ഈ പാൻജിയയ്ക്ക് മുന്നേ ഗോണ്ട്വാന എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു. അതിന് മുന്നേ പിനോഷ്യ എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ റോഡീനിയ ഉണ്ടായിരുന്നു. അതിന് മുന്നേ അറ്റ്ലാന്റിയ ഉണ്ടായിരുന്നു, ആർട്ടിക്ക ഉണ്ടായിരുന്നു, കെനോർലാൻഡ് ഉണ്ടായിരുന്നു. ഇതുപോലെ 4 ബില്യൺ ഇയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇത് മിത്തല്ല, ഇത് നമുക്കിപ്പോൾ സ്കൂളിൽ പഠിക്കാം. നിങ്ങൾ ഇപ്പോൾ കോളേജിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജിയോഗ്രഫി എടുത്താൽ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ടും ബാക്കിയുള്ള സയന്റിസ്റ്റുമായിട്ടും എല്ലാം വർക്ക് ചെയ്ത് പാത്ത് ഓഫ് ദ പോൾ എന്ന് പറയുന്ന ഒരു ബുക്കും കൂടി ചാൾസ് ഹാപ്ഗുഡ് എഴുതി. എന്ന് പറഞ്ഞാൽ പോൾസ് കോൺസ്റ്റന്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നോർത്ത് പോൾ എന്ന് പറയുന്നത് നമ്മളുടെ റഷ്യയുടെ മുകളിൽ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന്റെ മുകളിൽ ആ മുകളിലെന്നുള്ളതല്ലേ. ഇവർ പറയുന്ന തിയറി എന്ന് പറഞ്ഞാലും തിയറി പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ പോൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ എർത്ത് എന്ന് പറയുന്ന വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന സർഫസിൽ കിടക്കുന്ന കോണ്ടിനെന്റ്സ് ഇങ്ങനെ മാറിയിരിക്കും. എർത്ത് ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഈ അറ്റത്ത് കിടക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ഇങ്ങോട്ട് പോകും, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് കഴിഞ്ഞ പോൾ ഷിഫ്റ്റില് 90 ഡിഗ്രി ഏകദേശം തിരിഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഈ കഴിഞ്ഞ പോൾ ഷിഫ്റ്റ് ഈ നമ്മളുടെ ചാൾസ് ഹാപ്ഗുഡ് തിയറി വെച്ചും സിമുലേഷൻസ് വെച്ചും കണക്ക് വെച്ചും കണ്ടുപിടിച്ച എത്ര വർഷത്തിന് മുന്നോട്ടേക്കാണെന്നറിയാമോ? 9600 BC എന്ന് പറഞ്ഞാൽ ഏകദേശം 11600 ഇയേഴ്സ് അഗോ. യങ് ഡ്രയസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോവാസ് ആർക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് കണ്ടറിയാം. ഈ വർഷത്തിലേക്ക് നമ്മൾ വീണ്ടും പിരമിഡിൽ ഇത് വന്ന വർഷം എല്ലാം നമ്മൾ ആ 11600 ഇയേഴ്സിലോട്ട് പോകും. അപ്പം ഇത് മാത്രമല്ല, ഇതിനകത്ത് പീറി റീസ് മാപ്പ് എന്ന് പറയുന്ന ഒരു മാപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാപ്പ് നമ്മൾ ഹ്യൂമാനിറ്റിയിൽ പാസ് ഔട്ട് ചെയ്ത് പോകുന്നതാണ്. ഒരിക്കലും ഇത് മെയിൻ സ്ട്രീം മീഡിയ ഇത് സമ്മതിക്കത്തുമില്ല, ഇത് പ്രൊമോട്ട് ചെയ്യത്തുമില്ല. ചിലപ്പം ഇത് എങ്ങനെ പാസ് ഔട്ട് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞ് ഈ പീറി റീസ് മാപ്പിനെ പറ്റി ആരെങ്കിലും അറിയുന്നത് ചിലപ്പോൾ നമ്മളുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടാവാം. അല്ലാതെ ഇതിന് എന്താ പറയുന്നത് സപ്പോർട്ടേഴ്സ്. മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതിനെ റിജക്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇതിനെ സോഷ്യൽ മീഡിയകളിൽ നിന്നും എടുത്ത് കളയുവാണ് ചെയ്യുന്നത്. ഹൈഡ് ചെയ്യണം. അപ്പൊ അതിനർത്ഥം അതിൽ എന്തോ ഉണ്ടെന്നാ. ഇപ്പം ഡിലൂലു ആണ്. ഇപ്പൊ ഞാൻ നാളെ പറയാണ്, ഞാൻ ഇന്നലെ ദൈവത്തിനെ കണ്ടു, ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ ഏളിയം വന്നു ചായ കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് യൂട്യൂബിൽ ഇടാം, എനിക്ക് റീൽസ് ഇടാം, എനിക്കിത് നെറ്റിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഇത് ഗവൺമെന്റ് വന്ന് ഇതെടുത്ത് ഹൈഡ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ? ഹൈഡ് ചെയ്ത് കളയുമോ? ഇല്ല. ഗവൺമെന്റ് എപ്പോഴാണ് വന്ന് ഹൈഡ് ചെയ്ത് കളയേണ്ടത്? അത് ഗവൺമെന്റിന് അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് പോവരുത്, പോയാൽ പ്രശ്നം വരും എന്നുള്ള കാര്യങ്ങളാണ്. അവരുടെ പോളിസീസ് ചെയ്യുന്നില്ലെങ്കിൽ.
അപ്പം ഈ പീറിയസ് മാപ്പ് എന്തിനാണ് ഇവർ ഹൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതില് 6000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു മാപ്പിൽ നിന്നാണ് നമ്മൾ ഇത് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. അതിനകത്ത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളിവിടെ ജീവിച്ചവരോ അവിടെ ജീവിച്ചവരോ ഒരിക്കലും സബ് കോണ്ടിനെന്റ് തമ്മിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പിനകത്ത് അന്റാർട്ടിക്കകത്ത് ഐസ് ഇല്ലാതാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ നോക്കി അന്റാർട്ടിക്ക ഐസ് ഇല്ലാത്ത പീറ്ററീസ് മാപ്പിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഗ്രാം ഹാൻകോക്ക് വന്നിരുന്ന് പറയുന്നു, ആ അന്റാർട്ടിക്ക വരച്ചേക്കുന്ന ഓരോ വരയും നമ്മൾ വിചാരിക്കും വെറുതെ ആണെന്ന്. നോ, ഓരോ വരയും ഇപ്പം ഗൂഗിൾ മാപ്സുമായിട്ട് നോക്കിയാൽ കോസ്റ്റുമായിട്ട് 1-to-1 അലൈൻഡ് ആണ്. 15 മൗണ്ടൻ ഈസ്റ്റേൺ കോസ്റ്റിൽ ഉണ്ടെങ്കിൽ പീറേരീസ് മാപ്പിനകത്ത് 15 മൗണ്ടൻ വരച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല വെജിറ്റേഷൻസ്, മാമത്ത് പോലുള്ള ആനകൾ, ഇതെല്ലാം പീറേരീസ് മാപ്പിനകത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴോ അന്റാർട്ടിക്ക ഐസ് അല്ലാതിരുന്നപ്പോൾ വരച്ച ഒരു മാപ്പായിരുന്നു പീറേരീസ് മാപ്പ്. അത് എത്രയാണോ ഓൾഡ് അത്രയും ഓൾഡാണ് ആ മാപ്പ്. അപ്പം ഈ പീറേരീസ് എന്ന് പറയുന്ന ആൾ ഇത് ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ പേർഷ്യനും സിന്ധും എന്ന് പറയുന്ന രാജ്യങ്ങളിലെ ലിറ്ററേച്ചർ എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മുടെ സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ തമിഴ്നാട്ടില് കുറച്ച് ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നുണ്ട്. ലൈക്ക് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലിവിങ് ലിറ്ററേച്ചർ നോൺ എന്ന് പറഞ്ഞാൽ സംഘം ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നത് പറഞ്ഞാൽ 10,000 വർഷങ്ങൾ കൂടുമ്പം തമിഴ് അല്ലെങ്കിൽ കുമാരികാണ്ഡത്തിൽ ജീവിച്ചിരുന്നവര് സംഘം കൂടും. എന്ന് പറഞ്ഞാൽ 25 പേര്, ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ വന്നിരുന്ന് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യും. എവിടുന്ന് സ്റ്റാർ ഇവിടെ വന്നു, അവിടുന്ന് വലിയൊരു സംഭവം വന്നു, സുനാമി വന്നു, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് എവറി 10,000 years ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ 3 സംഘം ലിറ്ററേച്ചർ നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ 10,000 years മുന്നേ, അതിന് 20,000 years മുന്നേ, അതിന് 30,000 years മുന്നേ ഉള്ള ലിറ്ററേച്ചർ വരെ നമ്മളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എടുത്ത മാപ്പുകളാണ്. പിന്നെ പേർഷ്യൻ ഇതിൽ നിന്നും എടുത്ത മാപ്പുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം 2000 നമ്മൾ തിരിച്ചു വന്നാൽ നാസയും ലോകത്തിലെ എല്ലാ മേജർ യൂണിവേഴ്സിറ്റീസും ഗവൺമെന്റും അപ്രൂവ് ചെയ്ത കാര്യമാണ് 11,600 years ago എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമുക്ക് 90 ഡിഗ്രി പോൾ ഷിഫ്റ്റ് നടന്നു എന്നാണ് അവർ പറയുന്നത്. നടന്നുവെങ്കിൽ അന്റാർട്ടിക്ക എന്ന് പറയുന്ന സാധനം ഇക്വേറ്ററിന്റെ അടുത്തായിരുന്നു എന്നും അവിടെ ഒരു തുള്ളി ഐസ് പോലും പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എടാ 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പോഴത്തെ ചിലപ്പം ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. ഈ തിരിയുന്നതിനകത്ത് എനിക്കൊരു ഡൗട്ട് സംഭവം എന്ന് വെച്ചാൽ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക സണ്ണിന് ചുറ്റും, അതിന്റെ ഇടയിൽ ചെറിയ ആക്സിസ് വ്യത്യാസം ഉണ്ടാവുന്നതാണോ? നോ, എർത്തിന്റെ ആക്സിസ് വ്യത്യാസമായിട്ട് ഇതിനൊരു ബന്ധമല്ല. ഇത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിംഗ് മാത്രം. എർത്ത് കറങ്ങുവാണ്. ഓർ ബോത്ത് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു വരും. ഇത് എർത്ത് കറങ്ങുന്നത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് സൂര്യനുമായിട്ട് ഇതാണ്. പക്ഷെ എന്നാലും അതിന്റെ ആക്സിസ് മാറുന്നുണ്ടല്ലോ ചുറ്റുമ്പോ ഒരുപാട് റെവല്യൂഷൻ കഴിയുമ്പോൾ. എനിക്ക് 1000 years every 400 million years ago ആണ്. This is happening every 6,000 every 11,000 years ago. മനസ്സിലായോ? ഭൂമി ഇപ്പൊ ഇവിടെ എടുത്തു വെച്ചാല് ഇവിടാണ് അമേരിക്ക എന്ന് വെച്ചോ. പക്ഷെ 12,000 അല്ലെങ്കിൽ 5,000 വർഷം കഴിയുമ്പോൾ അമേരിക്ക ബോൾ ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അമേരിക്ക ഇവിടെ ആവും. വേറൊരു ഡൗട്ടും കൂടി. ദിസ് ഈസ് എ വെരി ഗ്രാജുവൽ പ്രോസസ് അല്ലേ ഈ ടെക്ടോണിക്? അതിന്റെ സ്പീഡിനെ പറ്റി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ടെക്ടോണിക് ഇതിന്റെ സ്പീഡിനെ പറ്റിയും നമ്മൾ പറയും. എത്ര മാറുന്നുണ്ട്, എത്ര മാറിയിരുന്നു, എല്ലാം ഞാൻ പറയാം. പക്ഷെ അത് ഗ്രാജുവൽ പ്രോസസ് ആണെങ്കിൽ ഒരു ഡ്രമാറ്റിക് കറ്റാസ്ട്രോഫി വരില്ല. ഗ്രാജുവൽ പ്രോസസ് അല്ല, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ അന്റാർട്ടിക്കയിൽ 11,000 വർഷങ്ങൾക്ക് മുന്നേ പോകുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് നടന്നു എന്നുണ്ടെങ്കിൽ, നാസ ഉൾപ്പെടെ പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ അന്റാർട്ടിക്ക ഇക്വേറ്ററിന് അടുത്തായിരിക്കുമെന്നും അത് ഐസ് ഒരു തുള്ളി പോലും കാണാൻ പാടില്ല എന്നും നാസ സമ്മതിച്ച സാധനമാണ്. അപ്പോൾ ഈ ചാൻ തോമസ് അയാളുടെ ബുക്കിൽ ക്ലെയിം ചെയ്യുന്ന വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഷിഫ്റ്റ് നടന്നത് വർഷങ്ങളോ മാസങ്ങളോ ഒന്നും എടുത്തില്ല, മിയർ ഡേയ്സ് മാത്രമേ എടുത്തോളൂ. യെസ്, അതാണ് പുള്ളിയുടെ ഹോൾ തിയറിയും. ആ ഒരൊറ്റ പോയിന്റ് കൊണ്ട് മാത്രമാണ് ഇത് ക്ലാസിഫൈ ചെയ്തത്. അതായിരുന്നു എന്റെ ഡൗട്ട്. ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആണെങ്കിൽ ദ നേച്ചർ, ദി എൻവയോൺമെന്റ്, ദ ഗ്രാവിറ്റി, ഇതെല്ലാം അതിനനുസരിച്ച്
അഡ്ജസ്റ്റ് ചെയ്തേനെ. അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അക്കോമഡേറ്റ് ചെയ്യേണ്ട കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് വഴിയെ മനസ്സിലാവും. പക്ഷേ ഡേയ്സ്, ഞാൻ മന്ത്സ് പ്രതീക്ഷിച്ചു. ഇത് വീക്സിനുള്ളിലാണ്. ഒരു വീക്ക് പോലും എടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു വീക്ക് അല്ലെങ്കിൽ ആ ഒരു 2-3 ഡേയ്സ് നടന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെറിയൊരു സിമ്പിൾ സിനാരിയോ. നിങ്ങൾ ഒരിക്കലും ഒരു സിനിമയിലും നമുക്ക് മനസ്സുകൊണ്ട് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പോൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാണ്, നിങ്ങളും കണ്ടോളൂ. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, ഗ്ലോബ് എടുത്തോ പൊളിക്കും. ഗ്ലോബായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഗൈസ്, ഇത് ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ഇവനുമായിട്ട് സംസാരിച്ച് പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പ്രോപ്പായിട്ട് പെട്ടി വെച്ച് കൊണ്ടുവന്ന സാധനമാണ്. അതിന് ഗുണം ഉണ്ടായി. ഓക്കെ, അപ്പോൾ പോൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനകത്ത് പോൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം എവിടെയാണ്? ആഫ്രിക്ക ഇവിടെയാണ്. പോൾ ഷിഫ്റ്റിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്കയും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. റിലേറ്റീവ് ആയിട്ട് അവരുടെ വെലോസിറ്റി അല്ലെങ്കിൽ അവർ കറങ്ങുന്നത് 0 ആണ്. പക്ഷെ പോൾ ഷിഫ്റ്റ് വരികയാണ്. ഇപ്പൊ ആഫ്രിക്ക ഇവിടുന്ന് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയെന്ന് വെച്ചോ, ഭൂമി ലെഫ്റ്റിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് വെച്ചോ. ഇത് മൊത്തം ഒരുമിച്ച് കറങ്ങുന്നതുകൊണ്ട് ഈ നമ്മളും കറങ്ങുന്നില്ല, ഒന്നും കറങ്ങുന്നില്ല, ആകാശവും കറങ്ങുന്നില്ല, മേഘം കറങ്ങുന്നില്ല. കാരണം ഇതെല്ലാം ഒരുമിച്ച് മോഷൻ സീറോ ആണ്. ഈ ഭൂമി ലെഫ്റ്റിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആഫ്രിക്ക ഒരു കുറച്ച് ദൂരം റൈറ്റിലോട്ട് കറങ്ങിയെന്ന് സങ്കല്പിക്കുക. നെഗറ്റീവ് വെലോസിറ്റി. യെസ്. എന്ന് വെച്ചാൽ ഭൂമി കറങ്ങുന്ന റൊട്ടേഷണൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1000 മൈൽസ് പെർ അവർ ആണ്. ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1000 മൈൽസ് പെർ അവർ. ഒരു മണിക്കൂർ 1000 മൈൽസ് ആണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ കോണ്ടിനെന്റ്, ഇന്ത്യ എന്ന് പറയുന്ന കോണ്ടിനെന്റ്, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കാറിൽ നീ 1000 കിലോമീറ്റർ പെർ അവറിൽ പോവാ. 1000 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന നിങ്ങൾ ഒരു കാറിൽ ഇരുന്നിട്ട് അടുത്ത സെക്കൻഡ് നിങ്ങൾ സ്റ്റോപ്പായി നോക്കുക, എന്ത് സംഭവിക്കും? കറ്റാസ്ട്രോഫി സംഭവിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 ബാഡ്മിന്റൺ കോക്ക് ഇങ്ങനെ പോവുക, ഒരേ വെലോസിറ്റി അല്ലേ രണ്ടിനും. പക്ഷെ ഒരെണ്ണത്തിന് പെട്ടെന്ന് തിരിച്ചടിച്ച ആ ഒരു എക്സാക്ട് ഓപ്പോസിറ്റ് ഡ്രാമാറ്റിക് എഫക്ട് സംഭവിക്കും ആ ഒരു സെക്കൻഡില്. അപ്പം ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു ബാഡ്മിന്റൺ കോർട്ടിൽ ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാം. ഇനി നിങ്ങൾ ഒരു സിറ്റി ഇമാജിൻ ചെയ്യും. ഇനി നിങ്ങളൊരു കോണ്ടിനെന്റ് ഫുള്ള് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു എന്താ പറഞ്ഞ, ഒരു സെക്കൻഡില് നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയിലെ ഫുള്ള് വെള്ളവും ആ ഭൂമിയിലെ ഫുള്ള് വായുവും ലെഫ്റ്റിലേക്ക് വരികയും നമ്മൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് റൈറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് 1000 മൈൽസ് പെർ അവറിൽ. 2012 പടം എന്റെ മനസ്സിലാവുന്നത്. ആ സ്പീഡിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ വരുന്ന വിൻഡ് ഫാസ്റ്റർ ദാൻ സൗണ്ട് ആണ്. വരുന്ന സീ വേവ്സ് ആൽപ്സ് മൗണ്ടനെ കാട്ടി വലുതായിരിക്കും. അണ്ടർഗ്രൗണ്ടിലുള്ള ലാവകൾ ചീറ്റി വെളിയിൽ വരും. സിമ്പിൾ, ഇത്ര സ്പീഡിൽ പെട്ടെന്ന് റെഡി കിട്ടുന്ന ലാവകൾ വെളി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് പീപ്പിൾ, ഞാനും നിങ്ങൾ ഇപ്പൊ ഇന്ത്യൻ കോണ്ടിനെന്റ് എടുത്താൽ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് പീപ്പിൾ ജീവിക്കുന്ന സ്ഥലം, ഇത് നടന്നു കഴിഞ്ഞാൽ ലാവയും വാട്ടറും വിൻഡും തമ്മിൽ ഇത്ര 1000 മൈൽസ് പെർ അവറിൽ വന്ന് നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ ഫ്യൂ അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറക്കഷ്ണം പോലും എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. യെസ്. ഹൗ ക്യാൻ ഇറ്റ് നാച്ചുറലി ഒക്കർ? ഇറ്റ് ഈസ് നാച്ചുറലി ഒക്കറിങ്. അടുത്ത ഫേസ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അണ്ടർനീത്ത് ദ എർത്ത് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കാണും. ഡെഫിനറ്റ്ലി അണ്ടർനീത്ത് ദ എർത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്നതിന്റെ തെളിവ് ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ഒരു പാറ പോലും ആ പാറയുടെ ഷേപ്പ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം 1000 മൈൽസ് പെർ അവറിലെ കാറ്റ്, സുനാമി, പിന്നെ ലാവ കൊണ്ട് കടല് അല്ലെങ്കിൽ ഭൂമി മൊത്തം മൂടും. അതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇയാള് പ്രഡിക്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാല് ഇത് അടുത്ത വട്ടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ബേ ഓഫ് ബംഗാൾ ആണ് അടുത്ത നോർത്ത് പോൾ ആവാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റൈറ്റിലോട്ടോ ബംഗ്ലാദേശിലോട്ടോ അങ്ങോട്ടൊക്കെ ഉള്ളത് നോർത്ത് പോളിൽ ആവുമെന്നും നമ്മുടെ പെസഫിക് ഓഷൻ, ഇവിടെ നിൽക്കുന്ന പെസഫിക് ഓഷൻ സൗത്ത് പോളിലോട്ട് വരും. അന്റാർട്ടിക്ക ഇപ്പം നിൽക്കുന്ന സൗത്ത് പോളിലോട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പം ഈ പഴയ അന്റാർട്ടിക്കയൊക്കെ ഏകദേശം നമ്മൾ ആഫ്രിക്ക നിൽക്കുന്ന ആ ഒരു ഇക്വേറ്ററിലോട്ട് വരുമെന്നും അത് ചൂടടിച്ച് ചെയ്ത് അവിടെ പിന്നെ 5000-6000 വർഷം കഴിയുമ്പോൾ അവിടെയൊക്കെ ലൈഫ് വരും.
മുകളിലും താഴെയും. അപ്പൊ അവിടുത്തെ ഐസേജ് ആവും. നമ്മളൊക്കെ മഞ്ഞിനടിയിലായി പോകും. സൈക്കിൾ റിപ്പീറ്റ്സ്. അപ്പം ന്യൂ ഐസ് മൗണ്ടൻസ് വരും. ഈ ഗ്രീൻലാൻഡ്, അന്റാർട്ടിക്ക എന്നൊക്കെ പറയുന്നത് ഇക്വേറ്ററിൽ വന്ന് അവിടെയൊക്കെ ഫോറസ്റ്റും മനുഷ്യരും ഒക്കെ വന്ന് അവിടെ ആളുകൾ പോയി ജീവിക്കുകയും പുതിയ സ്പീഷീസ് ഇവോൾവ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 90 ഡിഗ്രി ആക്സിസ് ആണ് ഷിഫ്റ്റ് ആവാൻ പോകുന്നത്. ഈ പോൾസ് എല്ലാം ഇക്വേറ്ററിലോട്ട് വരുമെന്നും ഇക്വേറ്ററിൽ നിൽക്കുന്ന എല്ലാം പോൾസിലോട്ട് പോകുന്നതാണ്. കറക്റ്റ് 90 ഡിഗ്രിയാണ് തിരിയാൻ പോകുന്നത്. അപ്പോൾ ന്യൂയോർക്ക് എന്നൊക്കെ പറയുന്ന സിറ്റിയൊക്കെ അറ്റ്ലാന്റിക് ഓഷന്റെ ഏറ്റവും അടിയിലെ തട്ടില് കാറ്റുകൊണ്ട് സിറ്റി നശിപ്പിച്ചു കഴിഞ്ഞ് സുനാമികൾ വന്ന് അടിച്ച് തെറിപ്പിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ ലെയറിൽ ലാവയും വന്ന് സിമെന്റ് ചെയ്തതിന് ശേഷം കടലിന്റെ അടി പോകും. ഒരു ട്രേസ് എങ്കിലും നമുക്ക് കിട്ടും. യെസ്, ഇത് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ഇത് ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ആർക്കിയോളജിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയി തോണ്ടുവാണ്. നോ യൂസ്. യഥാർത്ഥത്തിൽ ആളുകളൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ഫീറ്റ് ഡീപ്പിലാണ് സിറ്റികളുള്ളത്. മനസ്സിലായോ? പക്ഷെ ഇവിടെ എല്ലാം വരുന്നത് സർവൈവേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാ വട്ടവും സർവൈവേഴ്സ് ഉണ്ടാവും. കാരണം നമ്മളെ എല്ലാ കോണ്ടിനെന്റിലും ആളുകൾ എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയും കാര്യങ്ങളും എല്ലാം നോർത്ത് പോളിലും അന്റാർട്ടിക്കയിലും പോയി ബേസ് ഉണ്ടാക്കി അവിടെ ഫെർട്ടൈൽ ആയിട്ടുള്ള ആളുകളെ ഇപ്പോഴേ താമസിപ്പിച്ച് സിറ്റി തുടങ്ങുന്നത്? ഇതെന്ന് സംഭവിക്കുന്നെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് ഒരു നൂലില് ഒരു സാധനം കെട്ടിയിട്ടേക്കുവെന്ന് വെച്ചോ, ഒരു 5 കിലോ ഉള്ള ഒരു പഞ്ചസാരയുടെ പാക്കറ്റ് ഒരു തുള്ളി നൂലിന് കെട്ടിയിട്ടേക്കുക. ഇത് പ്രഷർ എടുത്ത് പതുക്കെ പ്രഷർ വരൂ. പക്ഷെ പൊട്ടുന്നത് ഒരു സെക്കൻഡിലാണ്. മനസ്സിലായോ? അപ്പം എന്താണ് നമുക്കറിയത്തില്ല. അന്റാർട്ടിക്കയിൽ എന്തിനാണ് നമ്മൾ ലോകത്തിലെ എല്ലാ ധാന്യങ്ങളുടെയും ശേഖരണം വെച്ചേക്കുന്നത്? ലോകത്തിലെ എല്ലാ സ്പീഷീസ് ഓഫ് മനുഷ്യരുടെയും സാമ്പിൾസ് അവിടെ വെച്ചിട്ടുണ്ട്, ജീവനായിട്ടും എംബ്രിയോ ആയിട്ടും. മനസ്സിലായോ? അന്റാർട്ടിക്ക ലോകത്തെ 182 രാജ്യങ്ങൾ സൈൻ ചെയ്തൊരു ട്രീറ്റി ഉണ്ട്, നോ ആർമി നോ മിലിറ്ററി പാക്ട്. അതെ, അത് ലോകത്തെ എല്ലാ വലിയ ആളുകൾക്കും, ഇപ്പം എനിക്കും നിനക്കും CIA-ക്കാർക്കും ഇത് അറിയാമെങ്കിൽ നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സിനും ഇന്ത്യൻ ഗവൺമെന്റ്സിനും ഇത് അറിയത്തില്ലെന്നാണോ? എടാ, ഒരു സ്പീഷീസ് നശിക്കും. ഇപ്പൊ ഇന്ത്യക്കാര് അടുത്ത 5000 വർഷം ഇന്ത്യക്കാര് അടുത്ത 5000 വർഷം കഴിഞ്ഞിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതറിയാവുന്ന ഒരു ലീഡറിന് പറയും അടുത്ത 5000 വർഷം പോൾ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അന്റാർട്ടിക്ക ആയിരിക്കും ഇക്വേറ്ററിൽ വരുന്നത്, ബിൽഡ് എ ബേസ് ദെയർ. ഇത് എല്ലാ രാജ്യങ്ങളും പറയും. എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ട്രീറ്റിയാണ്. നമ്മളുടെ ആളുകളും അടുത്ത പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വേണം. അതിനാണ് അന്റാർട്ടിക്ക അവർ പ്രിസർവ് ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ മസ്ക് റേസ്, ഇന്റർഗലാക്ടിക് റേസ് അത് പറയുന്നത് ഈ ഷിഫ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാവാം. അത് മാത്രമല്ല, ഈ സ്റ്റോണേജ് കഴിഞ്ഞ് വരുന്ന ആളുകളെ രക്ഷിക്കാൻ എപ്പോഴും വെളിയിൽ നിന്ന് ഒരാൾ വരുമെന്നാണ് പറയുന്നത്. മെസ്സായ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൽക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന ശംബാല എന്ന് വരുന്ന ആളുകൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇവര് വരുമെന്നാണ് പറയുന്നത്. ഇവരെവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ വേഗമായിട്ടാണ് പറഞ്ഞത്. ഇവര് വേറെ ഭൂമിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്, പക്ഷേ ഭൂലോകേന്നല്ല എന്ന് പറയുന്നു. നമുക്കറിയാവുന്ന ലോകത്തു നിന്നല്ല, പക്ഷേ ഭൂമിയിൽ നിന്ന്. ചിലപ്പോൾ അന്റാർട്ടിക്കയുടെ വെളിയിൽ വേറെ ഇത് ലാൻഡ് കാണാം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പോൾ ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം, ഞാനും നീയും നിങ്ങളും എല്ലാം നോവയുടെ പേടകം പോലൊരു കഥയാവും. ന്യൂയോർക്കും ന്യൂഡൽഹിയും ഒക്കെ അറ്റ്ലാന്റിസ് പോലൊരു സ്ഥലം മാത്രമാവും. അപ്പോൾ ഇത് ബേസ് ചെയ്തൊരു സിനിമയുണ്ട്. 2012 ആണോ? അല്ലല്ല, മറ്റേ ഒരു ലോകത്തിലെല്ലാം നശിക്കാൻ പോകുന്നു. അത് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഇതാ. പക്ഷെ അതിന് മുന്നേ ഒരു എലൈറ്റ് സ്പീഷീസ് ഒന്നും സംസാരിക്കത്തൊന്നുമില്ല. നമ്മൾ എർത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെയും ഒരു പെണ്ണിനെയും മാത്രം സേവ് ചെയ്ത് വേറെ എവിടെ കൊണ്ടുപോകുന്നു. വേറെ ഒന്നും പറയത്തൊന്നുമില്ല. ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ സംഭവമാണ്. ഒരു പയ്യനെയും ഒരു പെണ്ണിനെയും കൊണ്ടുപോകുന്നു. അത് അമ്മമാര് വിചാരിക്കും അമ്മമാര് മാത്രമേ അവിടെ പോകുന്നുള്ളൂ. അവിടെ പോകുമ്പോ ഓരോ സ്പീഷീസിലെ ഓരോരോ പിള്ളേര്. ആ സിനിമ ഞാൻ കണ്ടില്ല, ആ സിനിമ ഞാൻ കാണാം. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോഴത്തേക്കും ഇതിനകത്ത് പറയുന്നതിനകത്ത് പക്ഷെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റെപ്റ്റിലിയൻ ബീയിങ്സ് ആണ് ഈ വരുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ പോൾ ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം മനുഷ്യരെ ടെക്നോളജി, അഗ്രികൾച്ചർ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നത് നമ്മളുടെ നാഗന്മാരാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ നാഗന്മാരെ ആരാധിക്കുന്നത്. നമുക്ക് നാഗക്കാവുകളുള്ളത്. നമുക്ക് മെഡിസിൻ ഇപ്പോഴും ആയുർവേദത്തിന്റെ സിജിലിൽ 2 പാമ്പുകളെയാണ് ഇത് വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക്
ആയുർവേദം തന്നത് പതഞ്ജലി എന്ന് പറയുന്ന മഹർഷിയാണെന്നും നമ്മൾ മഹർഷി എന്ന് ആലോചിക്കുമ്പോൾ മറ്റേ കാവ്യൊക്കെ എടുത്ത് തലയിൽ ജടയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണെന്നും നമ്മളുടെ തെറ്റാണ്. പതഞ്ജലി മഹർഷിയെ പറ്റി പറയുന്നത് പുള്ളി ഒരു നാഗയാണെന്നാണ് പറയുന്നത്. ഹാഫ് ഹ്യൂമനോയിഡ് റെപ്റ്റിലിയൻ ബീയിങ് ആണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ കൾച്ചറിലും ഇത് പറയുന്നുണ്ട്. എവറി കൾച്ചറിലും ഒരു ഫ്ലഡ് മിത്ത് ഉണ്ട്. എബ്രഹാമിക് റിലീജിയനിൽ ഇപ്പം ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ നോവയുടെ പേടകത്തിനെ പറ്റി ഒരു ഫ്ലഡ് മിത്ത് ഉണ്ട്. മായൻ സിവിലൈസേഷൻ ആണെങ്കിൽ ഹുറാക്കാൻ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ഫ്ലഡ് ഉണ്ട്. ആ ഹുറാക്കാൻ എന്ന വാക്കിൽ നിന്നാണ് ഹ്യൂറിക്കെയിൻ വന്നത്. മനസ്സിലായോ? ഹുവായിയൻ ഇതില് മിത്തോളജിയില് ന്യൂ ഫ്ലഡ് എന്ന് പറയുന്ന ഫ്ലഡ് ഉണ്ട്. സുമേറിയനിലെ എപ്പിക് ഓഫ് ഗിൽഗമേഷിലെ ഫ്ലഡ് ഉണ്ട്. മറ്റേ ഉന്നപിഷ്ടമൊക്കെ വരുന്നത്. ഹിന്ദു മിത്തോളജിയില് മനു വന്ന് എല്ലാരെയും രക്ഷിക്കുന്ന പ്രളയ എന്ന് പറയുന്ന ഫ്ലഡ് ഉണ്ട്. അപ്പൊ വിഷ്ണു മത്സ്യാവതാരം എടുത്തു വന്ന് മനുവിനെ മാത്രം രക്ഷിക്കും. അപ്പോഴും ഒരു മത്സ്യാവതാരം എന്ന് പറഞ്ഞ ഇറ്റ്സ് വെള്ളത്തിലും കരയിലുള്ള റെപ്റ്റിലിയൻ ഒരു ഹാഫ് ഹ്യൂമനോയിഡിനെ പറ്റിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ ഗ്രേറ്റ് ഫ്ലഡ് വരുന്നു, എർത്തിനെ ക്ലെൻസ് ചെയ്യുന്നു, സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ആരോ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു കഥയാണെങ്കിൽ അത് ഫോക്ലോർ ആയിട്ട് നമുക്ക് തള്ളാം. രണ്ട് കഥയാണെങ്കിൽ അത് കോയിൻസിഡൻസ് ആയിട്ട് തള്ളാം. 40 ഫ്ലഡ് മിത്സ് സെയിം കഥയാണ്. ചാറ്റ് GPT-ലോട് നിങ്ങൾ അടിച്ചു നോക്കിക്കോ. 40 മേളില് ഫ്ലഡ് മിത്ത്. ഒരെണ്ണം ഇന്ത്യയിലാണെങ്കിൽ ഒരെണ്ണം സൗത്ത് ആഫ്രിക്കയിലാണ്, അടുത്തത് ജപ്പാനിലാണെങ്കിൽ അടുത്ത ഇന്തോനേഷ്യയിലാണ്. 40 സെയിം കഥ, സെയിം ക്ലെൻസിങ്, ആരോ വരുന്നു, രക്ഷപ്പെടുത്തുന്നു, പോകുന്നു. ഇറ്റ്സ് നോട്ട് എ കോയിൻസിഡൻസ്. ഈ 40 ആകുമ്പോൾ ഇതിനകത്ത് ഇത് മിത്തെന്ന് പറയുന്നത് മാറി നിന്നിട്ട് ഇതൊരു ആക്ച്വൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനമാണ് വരുന്നത്. നമുക്കത് പറഞ്ഞേ പറ്റൂ. കാരണം ഈ തോമസ് എന്ന് പറയുന്ന ആള് അയാളുടെ ബുക്കിൽ പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് ഫ്ലഡ് നടന്നത് 6500 വർഷങ്ങൾക്ക് മുന്നേ ആണെന്നാണ്. കാരണം പ്രൂഫ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 2020 ഞാൻ ഇവിടെ കൊടുത്തേക്കാം. 2020 നമ്മൾ കണ്ടുപിടിച്ചു. ചൈനയിൽ ഒരു ഗ്രേറ്റ് ഫ്ലഡ് മിത്തിനെ പറ്റി പറയുന്നുണ്ട്. ഗുൻ യു ഫ്ലഡ് എന്നാ പറയുന്നത്. ഗുൻ യു ഫ്ലഡ് ചൈനയിലും ഉണ്ട്. 40 ഒരെണ്ണമാണ്. ആ ഗുൻ യു ഫ്ലഡ് എന്ന് പറയുന്ന മിത്ത് കറക്റ്റ് ആണെന്നും അതിന്റെ ടെക്ടോണിക് പ്ലേറ്റ്സും അതിന്റെ വാട്ടർ ലോഗിങ്ങും, കാരണം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത്, റെയിൻഫോൾ ഇല്ലാത്തൊരു സ്ഥലത്ത് വലിയ ലേക്കുകൾ ഫോം ചെയ്ത് വെച്ചേക്കുണ്ട്, കടലിന്റെ അത്രയുള്ള ചൈനയില്. അത് വരണമെങ്കിൽ എവിടുന്നോ വെള്ളം വന്ന് അടിച്ച് ആ മലകളെക്കാട്ടി മുകളിലൂടെ വെള്ളം വന്ന് അവിടെ വെള്ളം കൊണ്ടിട്ടിട്ട് പോയാലേ അത് പറ്റൂ. ആർക്കിയോളജിസ്റ്റ് അത് സമ്മതിച്ചു. ചൈനയിൽ അതിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ചൈനയിൽ ഗുന്യു എന്ന് പറയുന്ന ഫ്ലഡ് വന്നിട്ടാണ് ഈ ലേക്ക് ഉണ്ടായെന്നാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ ബ്ലാക്ക് സീല് ഇതേ സെയിം പ്രൂഫ് ഉണ്ട്. ആ പ്രൂഫും ചൈനയിലെ പ്രൂഫും എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഈ വെള്ളം ഡേറ്റ് ചെയ്യുമ്പോൾ, ഈ വെള്ളത്തിന്റെ സീബെഡ് ഡേറ്റ് ചെയ്യുമ്പോൾ 7000 to 6000 വർഷത്തിന് മുന്നെയാണ് ഈ വെള്ളം ഇവിടെ വന്നേക്കുന്നത്. മനസ്സിലായോ? ഇയാൾ ഇത് ബുക്ക് എഴുതിയിട്ട് 60 വർഷത്തിന് മുകളിലായി. ഈ ബുക്കിൽ അന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തെളിവെല്ലാം വന്ന് 6000-7000 വർഷങ്ങളെന്നായിട്ട് 2020 വരുന്നത്. മനസ്സിലായി? ഇതെല്ലാം റീസെന്റ് ഡിസ്കവറികളാണ്. എന്നിട്ട് ഇയാൾ വേറെയും പറഞ്ഞിട്ടുണ്ട്, ഈ 6500 വർഷങ്ങൾക്ക് മുന്നേ അതിന് മുന്നേ നടന്ന ഫ്ലഡാണ് 11,000 to 12,000 ഇയേഴ്സ് അഗോ നടന്ന യങ് ഡ്രൈസ് എന്ന് പറയുന്ന ഫ്ലഡ്. അതിനെ മുന്നേ നടന്നത് 18,000 ഇയേഴ്സ് അഗോ ആണ്. അതിന് മുന്നേ നടന്നത് 29,000 ഇയേഴ്സ് അഗോ. ഇങ്ങനെ ഫ്ലഡ് സയൻസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഐസ് ഏജ് ഉണ്ടായി. നമ്മൾ തന്നെ ഖുറാനിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുറാനിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഖുറാനിലെ ഫ്ലഡ് മിത്ത് പറഞ്ഞിരുന്നു. മറ്റേ ജയൻസിന്റെ കാര്യം, ജയൻസ് വന്നപ്പോൾ ജയൻസിനെ കൊല്ലാൻ വേണ്ടി അള്ളാഹു ഫ്ലഡ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഐസ് ഏജ് എന്ന് പറയുന്നത് ട്രൂ ആണ്. അതൊരു സയൻസ് ആണ്. നമ്മളിപ്പോൾ സ്കൂളിലും പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് മുന്നേ ഐസ് ഏജ് ആയിരുന്നു എന്ന്. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ലെസ് പോപ്പുലർ. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അതെ, അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. പ്രശ്നം ഈ ഐസ് ഏജും കാര്യങ്ങളും എല്ലാം സയൻസ് ആണ്, ഫാക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് നമ്മളെക്കാട്ടി മുന്നിലുണ്ടായിരുന്നോ? യെസ്, അതായിരുന്നു ചോദ്യം വരുന്നത്. കാരണം ഈ അഡ്വാൻസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആയിരക്കണക്കിന് തെളിവ് എനിക്ക് തരാം. അതിനകത്ത് ഏറ്റവും ചെറിയ 2 തോട്ട് പ്രോസസ്സ് ഞാൻ തരാം. പിരമിഡ് ഓഫ് ഗീസ എടുക്കുക. അതിനകത്ത് സ്പിങ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. സ്പിങ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് കാലിൽ തൊട്ട് ഏകദേശം ഇവിടം വരെ വലിയ കൂറ്റൻ സാധനമാണ്. ഇറോഷൻ, വാട്ടർ ഇറോഷൻ പാറ്റേൺ ആണ്. എന്ന് പറഞ്ഞാൽ
ഹൈ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ വലിയ ക്ലേ ഒന്നും അല്ല, മണ്ണ് വെച്ച് നമുക്ക് കാണുമ്പോൾ അത് മണ്ണ് വെച്ച് ഉണ്ടാക്കിയെന്നൊക്കെ തോന്നും. അതൊക്കെ വലിയ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതിനൊക്കെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ആ സാധനം ഇറോഡ് ചെയ്ത് പോകണമെങ്കിൽ വെടിയുണ്ട കൊണ്ടാൽ പോലും അത് പോത്തില്ല. കാരണം അത്രയ്ക്ക് പോളിഷ്ഡ് സർഫസ് ആണ്. അപ്പം അത് ഇറോഡ് ചെയ്ത് പോകണമെങ്കിൽ കാറ്റിനെക്കാട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന വെള്ളം വന്ന് ഹൈ സ്പീഡായിട്ട് അടിച്ച് പോയാലേ പാറ്റേൺ ആയിട്ട് പോകാൻ പറ്റൂ. ആ പാറ്റേൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് പറയുമ്പോൾ, പിരമിഡ് ഓഫ് ഗീസ ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ടിനകത്ത് ഉള്ളൊരു വലിയ സ്ട്രക്ചറിൻ്റെ അകത്ത് വെള്ളം പോയേക്കുന്ന പാടുകൾ, ഇറോഷൻ, ഇത് ആർക്കിയോളജിസ്റ്റ് സമ്മതിച്ചതാണ്. അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. വെള്ളം പോകുന്ന പ്രൂഫ് വരണമെങ്കിൽ അത് എപ്പോ സംഭവിച്ചതായിരിക്കണം? ഇത് ഡെസേർട്ട് ആവുന്നതിന് മുന്നേ, കഴിഞ്ഞ പോൾ ഷിഫ്റ്റിന് മുന്നേ ഇത് സംഭവിച്ചാലേ ചാൻസ് ഉള്ളൂ. അല്ലാതെ സഹാറ അല്ല, ഈ ഡെസേർട്ടിൽ, ഈജിപ്തിന്റെ ഡെസേർട്ടിൽ വെള്ളമില്ലടേ, കുടിക്കാൻ വെള്ളമില്ല. വേറൊന്നും വേണ്ട, നിങ്ങൾ വൈമാനിക ശാസ്ത്രം. അത് മാത്രമല്ല, ഇത് കേട്ടോ, ഈ സ്പിങ്സിനകത്ത് ഇത് നടക്കണമെങ്കിൽ കഴിഞ്ഞ പോൾ ഷിഫ്റ്റിന് മുന്നേ ഇതിലൂടെ വെള്ളം വരുന്നത് 6500 അല്ലെങ്കിൽ 11,000 വർഷങ്ങൾക്ക് മുന്നേ നടക്കൂ. അങ്ങനെ നടക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് മച്ചാനെ, പിരമിഡും ഈ സ്ഫിങ്സും ഒക്കെ അപ്പൊ ഇതിന് മുന്നേ പണിയണ്ടേ? അതെ, ഇതിന് മുന്നേ പണിഞ്ഞാലല്ലേ 11,000 വർഷങ്ങൾക്ക് മുന്നേ ഇതിനകത്തൂടെ വെള്ളം പോവും, എന്നാലല്ലേ ആ സംഭവം വരത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്തൊരു സാധനത്തിനെ ഞാൻ പറ്റി പറയാം. അറ്റ്ലാന്റിസ് എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അറ്റ്ലാന്റിസ് എവിടെയാണ്, എന്താണെന്ന് പല തിയറീസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് താഴെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്താവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ എല്ലാ എവിഡൻസുകളും ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഇതുവരെ നിങ്ങൾ കാണാത്തൊരു സാധനം നിങ്ങൾ ഇപ്പൊ പോസ് ചെയ്തോ, പോയി സെർച്ച് ചെയ്തോ എന്ന് പറഞ്ഞാല്, നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഒരു ജിയോളജിക്കൽ സ്ട്രക്ചർ ഉണ്ട്. റിച്ചാത്ത് സ്ട്രക്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ പേര് ഞാൻ കൊടുത്തേക്കാം, RICHAT സ്ട്രക്ചർ. ഇനി അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ എർത്ത് എടുത്തിട്ട് ഐ ഓഫ് ദി സഹാറ എന്ന് സെർച്ച് ചെയ്യുക. നീ വെറുതെ സെർച്ച് ചെയ്തോ, നോക്കിക്കോ. ഐ ഓഫ് ദി സഹാറ എന്ന് പറയുന്ന സാധനം സെർച്ച് ചെയ്യുക. എന്നിട്ട് പ്ലേറ്റോ പറഞ്ഞ അറ്റ്ലാന്റിസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് സർക്കുലാർ ഷേപ്പിൽ, നിങ്ങളിത് കണ്ടിട്ടില്ല, സെർച്ച് ചെയ്യണം. നിങ്ങളിത് കാണുമ്പോൾ ചെറിയ ഏതോ ഇതാണ്, മറ്റേ വീടിന്റെ അടുത്ത് ഉണ്ടാവുന്ന ദ്രാവകമാണെന്ന് വിചാരിക്കരുത്. ഐ ഓഫ് ദ സഹാറ ഈസ് അറൌണ്ട് 40 to 50 കിലോമീറ്റേഴ്സ് വൈഡ് ഇൻ ഡയമീറ്റർ. മനസ്സിലായോ? നമ്മളിത് വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ഏകദേശം തിരുവനന്തപുരത്ത് കൊല്ലത്തുനിന്ന് പോകുന്ന ദൂരം ഉണ്ട് ഈ ഐ ഓഫ് ദ സഹാറ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അതെ, ഒരു സിറ്റിയാണ്. അത് നിങ്ങളെടുത്ത് നോക്കുക. അത് മാത്രമല്ല, ഈ ഐ ഓഫ് ദി സഹാറ എന്ന് പറയുന്നത് സഹാറ ഡെസേർട്ടിലാണ്. ഡെസേർട്ട് എന്ന് പറയുന്നത് മരുഭൂമി എന്ന് പറയുന്നത് ഭൂമി മരിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഭൂമി എപ്പോഴാണ് മരിക്കുന്നത്? വെള്ളം കിട്ടാത്തപ്പോ. ഈ ഐ ഓഫ് ദി സഹാറയുടെ സൈഡിലുകളിലെല്ലാം ചെറിയ ചെറിയ വേലികേറ്റവും വേലിയിറക്കമുള്ള മണ്ണുകളുണ്ട്. പക്ഷെ അത് ഉറച്ച മഡുകളാണ്, മണലല്ല, മഡാണ്. ഞാൻ ഫോട്ടോ കാണിക്കാം. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ബീച്ചിലൊക്കെ മണ്ണ് കിടക്കുന്നതിന് കാണാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതെല്ലാം സാറ്റലൈറ്റ് പിക്ചേഴ്സ് ആയതുകൊണ്ട് അതിനകത്ത് ഒരു റിപ്പിൾ ഈസ് അറൌണ്ട് 50 meters ടോൾ. ചെറിയ ഹില്ലുകളാണ്, മഡ് കൊണ്ട് ഉറഞ്ഞു പോയ ഹില്ലുകൾ. എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 5 നില കെട്ടിടത്തിൻ്റെ അത്ര ഉള്ളതാണ്. ഇതെല്ലാം വെള്ളം വന്ന് മഡ് വന്ന് ഉറച്ചു പോയ സാധനമാണ്. ഇത് നടക്കുന്നത് സഹാറയുടെ സൈഡിലാണ്. ഇനി ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ പറയാം. പ്ലാനറ്റിന്റെ ഇപ്പുറത്തെ സൈഡിൽ ലാൻഡ് ഓഫ് മ്യൂ എന്ന് പറയുന്ന ഒരു ലാൻഡിനെ പറ്റി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അഗസ്റ്റഡ് ഡി പൊളോങ്കോൺ എന്ന് പറയുന്ന ആളും കേണൽ ജെയിംസ് ചർച്ച്വാർഡ് എന്ന് പറയുന്ന ഒരാളും മായൻ സ്റ്റോറീസും ഇന്ത്യൻ സ്റ്റോറീസും ബാക്കി ലോകത്തുള്ള എല്ലാ പ്രീഡേറ്റിംഗ് സ്റ്റോറീസും എടുത്ത് ഉണ്ടാക്കിയ ഒരു കഥ ആണ് ലാൻഡ് ഓഫ് മ്യൂ എന്ന് പറയുന്ന ഒറിജിനൽ ലാൻഡിനെ പറ്റിയുള്ളൊരു തിയറി. അതിപ്പോൾ വന്ന് ഒറിജിനൽ ആവുന്നു. കാരണം ലാൻഡ് ഓഫ് മ്യൂ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ മിത്തോളജിയും ഈ മായൻ മിത്തോളജി എന്ന് പറയുമ്പോൾ കോണ്ടിനെന്റ്സ് തമ്മിൽ എപ്പാർട്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ കാര്യത്തിനെ പറ്റി പറയുന്നു. ഒരേ സങ്കൺ കോണ്ടിനെന്റ് പെസഫിക്കിൽ ഉണ്ടാവുന്നു എന്ന് 2 കോണ്ടിനെന്റിലുള്ള മിത്തോളജി പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. കാരണം അവർ ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ കറക്റ്റ് പെസഫിക് ഓഷനിൽ ഒരു ലാൻഡ് ഉണ്ടായിരുന്നു എന്നും ആ ലാൻഡ് സങ്കായി പോയെന്നും
നോർത്ത് അമേരിക്കൻ അല്ല സൗത്ത് അമേരിക്കൻ ഏൻഷ്യൻസും പറയുന്നു, ഇന്ത്യൻ ഏൻഷ്യൻസും പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ കോണ്ടിനെന്റിനെ പറ്റി ഞാൻ പഠിച്ചത് മനസ്സിലായി. ഈസ്റ്റർ ഐലൻഡ്, ഹവായി, പിന്നെ അത് ജപ്പാൻ വരെ, ഓൾമോസ്റ്റ് ജപ്പാൻ വരെ നീണ്ടു നിന്ന, എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും ജപ്പാനും ഇടയിൽ നിന്നൊരു വലിയൊരു കോണ്ടിനെന്റ് ആയിരുന്നു അത്. ജെയിംസ് ബ്രാവെൽ എന്ന് പറയുന്ന എന്ന് മാത്രമല്ല, വില്യം സ്കോട്ട് എലിയറ്റ് എന്ന് പറയുന്ന ഒരാളും ഇതേ കോണ്ടിനെന്റിനെ പറ്റി വേറൊരു തിയറി, വേറൊരു പേരിൽ പോസ്റ്റുലേറ്റ് ചെയ്തിരുന്നു. ചിലവർ ഇതിനെ സങ്കൻ കോണ്ടിനെന്റ് ഓഫ് മ്യൂ എന്ന് പറയും, ചിലവർ ഇതിനെ അറ്റ്ലാന്റിസ് എന്ന് പറയും, ചിലവർ ഇതിനെ കുമാരികാണ്ഡം എന്ന് പറയും, ചിലവർ ഇതിനെ വേറൊരു പേരിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ പല പല രാജ്യത്തിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, ബ്രിട്ടീഷിൽ നിന്നും പല ആളുകൾ പല പേരിൽ ഒരു കോണ്ടിനെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം പസഫിക് ഓഷ്യനിലാണ്. അതെല്ലാം 11,000 വർഷങ്ങൾക്ക് സിങ്കായും പോയി. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് വിചാരിക്കും ഞങ്ങളിപ്പം ഇവിടെ പറയുന്നത് വൻ തിരിപ്പാണെങ്കിൽ, നോ, ഹൗ ദ ഹെൽ ഡിഡ് പിരമിഡ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രം കണ്ട നിങ്ങൾക്ക് ഒരു കുറച്ച് സംഭവം കിട്ടും. അതേപോലെ കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ, വി സ്റ്റിൽ ഡോണ്ട് ഹാവ് ദ ടെക്നോളജി ടു കാർവ് എ മൗണ്ടൻ ലൈക്ക് ദാറ്റ്. അവരെന്താ പറയുന്നത്, പിക്കാക്സ് കൊണ്ട് ചെയ്തതാണോ? ബ്ലഡി ബുൾഷിറ്റ്. അതിന്റെ ഏരിയൽ ഇമേജിങ് എടുത്താൽ ഇപ്പോഴും കോർഡിനേറ്റ്സോ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളാണ്. അത് മാത്രമല്ല, ഈ ഞാനിപ്പോ പറഞ്ഞില്ല മ്യൂ എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് യോനഗുനി മോണുമെന്റ് എന്ന് പറയുന്ന 2 പടങ്ങൾ ഞാൻ കാണിക്കാം. അണ്ടർ വാട്ടറിൽ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് 10,000 years ago, അറൌണ്ട് 5,000 to 15,000 എന്നാണ് പറയുന്നത്. യോനഗുനി മോണുമെന്റ് പെർഫെക്റ്റ്ലി കട്ട് സ്റ്റോൺ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള വെള്ളത്തിനടിയിൽ വേഗമായിട്ട് കിടക്കുന്നതല്ല, പെർഫെക്റ്റ് കട്ട്, കിലോമീറ്റേഴ്സ് അവേ. അത് യോനഗുനി മോണുമെന്റ് കോസ്റ്റ് ഓഫ് ജപ്പാനിലാണ് കിടക്കുന്നത്. അണ്ടർ വാട്ടർ റൂയിൻസ് ഓഫ് മ്യൂ എന്നാണ് ജപ്പാൻ ഗവൺമെന്റ് അതിനെ പറഞ്ഞേക്കുന്നത്, പ്രിസർവ് ചെയ്തേക്കുന്നത്. കാരണം ജപ്പാനൊക്കെ അത് അംഗീകരിച്ച് കഴിഞ്ഞു. എന്നിട്ട് നാൻ മഡോൾ എന്ന് പറയുന്ന മൈക്രോനേഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട്. അതിനകത്ത് സദേൺ പാർട്ട് ഓഫ് മ്യൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മ്യൂ പറഞ്ഞേക്കുന്നത് ജപ്പാൻ, എന്താ പറയുന്നത്, ഈ മൈക്രോനേഷ്യ, പിന്നെ ഹവായി, ഈസ്റ്റർ ഐലൻഡ്സ്, ഈ ഇത്രയും കടന്നു കിടക്കുന്നെന്നാണ് പോസ്റ്റിലേക്ക് കേൾക്കുന്നത്. ജപ്പാൻ്റെ അവിടെ നമുക്ക് യോനഗുനി മോണുമെന്റ്സ് കിട്ടി. ഈ താഴോട്ട് സൗത്തിലോട്ട് മൈക്രോനേഷ്യയിലോട്ട് വന്നപ്പോഴത്തേക്കും നാൻ മഡോൾ എന്ന് പറയുന്ന എനോർമസ് സ്ട്രക്ചർ ഒരു ഐലൻഡിൽ ചുമ്മാ കിടക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡിനകത്ത് കുറെ സ്ട്രക്ചർ, അവിടെ മനുഷ്യരും വന്നിട്ടില്ല, പട്ടികളും ഇല്ല, പൂച്ചകളും ഇല്ല, കിളികളും ഇല്ല, ഒന്നുമില്ല. മാൻ മെയ്ഡ് സ്ട്രക്ചേഴ്സ് യൂസിങ് വോൾക്കാനിക് റോക്സ്, വീടുകൾ പോലെയും ഹട്ടുകളല്ല, വലിയ വലിയ എനോർമസ് സ്ട്രക്ചേഴ്സ്. ഇതെല്ലാം വോൾക്കാനിക് റോക്സ് വെച്ച് അടുക്കി വെച്ചേക്കുക, വീടുകൾ പോലെ, റാൻഡം അല്ല. എന്നിട്ട് ഇതാര് ബിൽഡ് ചെയ്തു എന്ന് ലോകത്താർക്കും അറിയത്തില്ല. അത് മാത്രമല്ല, 2015 നമ്മൾ അതിൻ്റെ ലൈഡാർ ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ ലൈഡാർ എടുത്തു. ലൈഡാർ എടുത്തപ്പോൾ ഇതിൻ്റെ അടിയിൽ എനോർമസ് വാട്ടർ സപ്ലൈ ചെയിനുകൾ ഓടുവാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും, അഗ്രികൾച്ചറിലേക്കും, വീടുകളിലേക്കും, എന്നിട്ട് വെള്ളത്തിനടിയിലോട്ടാണ് ഈ വാട്ടർ സപ്ലൈ കനാലുകൾ പോകുന്നത്. അതിനർത്ഥം ആ വെള്ളത്തിനടിയിലായിരുന്നതെല്ലാം പണ്ട് ലാൻഡ് ആയിരുന്നു എന്നാണ്. അത് നമുക്ക് കിട്ടി, അത് ഞാൻ കൊടുത്തേക്കാം. അത് മാത്രമല്ല, ഇനി ഞാൻ എനിക്ക് പറയാനുള്ളത് ഈസ്റ്റർ ഐലൻഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തെ പറ്റിയാണ്. ഈസ്റ്റേൺ പാർട്ട് ഓഫ് മ്യൂവിലാണ് ഈസ്റ്റർ ഐലൻഡ് വരുന്നത്. അവിടെ കാറ്റക്ലിസം സംഭവിച്ചതിൻ്റെ അല്ലെങ്കിൽ പ്രളയം സംഭവിച്ചതിൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട്. ഈസ്റ്റർ ഐലൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. മോയി സ്റ്റാച്ചു എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പച്ച പുൽമേട്ടിൽ കുറെ തല മാത്രമുള്ള കുറെ സ്റ്റാച്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആയിരക്കണക്കിന് തലകളാണ് ആ സ്റ്റാച്യൂലുള്ളത്. പക്ഷെ ലോകത്ത് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ സ്റ്റാച്യൂവിന് തല മാത്രമല്ല, അത് ഫുൾ ബോഡിയാണ്, ഫുൾ ബോഡി സ്റ്റാച്ചു ആണ്. എന്ന് പറഞ്ഞാൽ ലൈഡാർ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ 30 feet വരെ പോകുന്ന, എന്ന് പറഞ്ഞാൽ ഏകദേശം 3 നില കെട്ടിടം. നമ്മുടെ വീട് എത്ര ഫീറ്റ് ആണ്? 20-25 ഉള്ളൂ, അത്രയില്ല, 20 അകത്താണ്. 30 feet വരെയുള്ള 80 tons വേ ചെയ്യുന്ന ആയിരക്കണക്കിന് മോയി സ്റ്റാച്യൂസ് ആണ് അവിടെ ഉള്ളത്. ഇത് എന്തുകൊണ്ട് തല മാത്രം കാണാന്നുള്ളതിന് 2 പോസ്റ്റുലേഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് 80 ടണ്ണുള്ള പാറ കൊണ്ട് 30 ഫീറ്റ് പണിഞ്ഞു വെച്ചിട്ട് തല വരെ കുഴിച്ചിട്ടു വെറുതെ ഫണ്ണിന്. അല്ല എങ്കിൽ ഇത് ഫുൾ സ്റ്റാച്ചു ആയിട്ട് ഇരുന്നതായിരുന്നു. ഏകദേശം 30 അടി വരെ കാലുള്ളതും 25 അടി മഡ് വന്ന് മുങ്ങിയതും ആവാം. ഇതിലേതാണ് രണ്ടും നിങ്ങൾക്ക്
കൂടുതൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ആലോചിക്കുക. അത് മാത്രമല്ല, ഈ 25 ഫീറ്റും അടിയിലാണ്, 5 ഫീറ്റ് തലയുടെ മാത്രമേ മുകളിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സിവിലൈസേഷൻ ഈസ് ഡഗ് അണ്ടർ 25 ഫീറ്റ് ഓഫ് മഡ്. മനസ്സിലായോ? ഇതിന്റെ ആർക്കിയോളജിക്കൽ, ഇതിന്റെ അടിയിലുള്ള കാര്യങ്ങളൊന്നും മിത്തൊന്നും അല്ല. അത് ആർക്കിയോളജിക്കൽ, ഇത് എക്സ്കവേറ്റ് ചെയ്യുന്നതും പഠിക്കാൻ വേണ്ടി 2 വെടിയിൽ എടുത്തതും എല്ലാം ഞാൻ ഫോട്ടോസ് കൊടുത്തേക്കാം, ഒറിജിനലാണ്. ഇനി ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം. ഗൂഗിൾ മാപ്സിൽ ഞാൻ സൂം ചെയ്യുന്നതാണ്. ഈസ്റ്റർ ഐലൻഡ് എന്ന് പറയുന്ന സാധനം ഗൂഗിൾ എർത്ത് എടുത്ത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. കടലിന്റെ നടുക്ക്, ജപ്പാനിലോട്ട് പോവാൻ ആയിരക്കണക്കിന് മൈൽസ്, അമേരിക്കയിലോട്ട് പോവാൻ ആയിരക്കണക്കിന് മൈൽസ്, മുകളിലേക്കും ഒന്നുമില്ല, താഴേക്കും ഒന്നുമില്ല. ഈ ഐലൻഡിലാണ് ഇത് മൊത്തം കണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ പീപ്പിൾ ജീവിച്ചിരുന്നു, ഇത് ഉണ്ടാക്കി, ഇതെല്ലാം ചെയ്തു. ആർക്കിയോളജിസ്റ്റുകൾ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ 4000 കിലോമീറ്റർ കടലിൽ കൂടെ ജപ്പാനീസ് ആളുകൾ 10,000 ഈ സ്റ്റോൺ എല്ലാം ഇത് ഡേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 12,000 ഇയേഴ്സിന് മുന്നെയാണ് പറയുന്നത്. അപ്പോ ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും കനോയി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മുളയൊക്കെ വെച്ച് കെട്ടിയത്, മുള വെച്ച് കെട്ടി. അന്ന് നമുക്ക് ഷിപ്പില്ല, മുള വെച്ച് കെട്ടിയിട്ട് മുള വെച്ച് തുഴഞ്ഞ് 4000 കിലോമീറ്റർ ഇവിടെ വന്ന് ഇത് ഉണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോയെന്നാണ് ആർക്കിയോളജിസ്റ്റ് നമ്മളുടെ മുന്നിൽ പറയുന്നത്. മനസ്സിലായോ? പക്ഷേ പസഫിക് ഓഷനിലൂടെയാണ് ഇത് അപ്പുറത്തെ കുളം കിടക്കുമല്ല, പസഫിക് ഓഷനിൽ കൂടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ബുൾഷിറ്റ് ആണത്, വെറും പച്ചക്കള്ളം. പക്ഷെ മ്യൂ എന്ന് പറയുന്ന ലാൻഡ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പോസിബിൾ ആണ്. മനസ്സിലായോ? മ്യൂ എന്ന് പറയുന്ന ലാൻഡ് ഉണ്ടെങ്കിൽ ഈസ്റ്റർ ഐലൻഡ് വാസ് എ പാർട്ട് ഓഫ് മ്യൂ. അത് മാത്രമല്ല, ഈ പോളിനേഷ്യൻ ലാംഗ്വേജ് ഗ്രീക്ക് ലാംഗ്വേജുമായിട്ട് ഭയങ്കര സിമിലർ ആണ്. അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അതിനെപ്പറ്റി ബുക്കുകളുണ്ട്, അതിനെപ്പറ്റി തിയറീസും കാര്യങ്ങളും എല്ലാം ലോകം അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴും ആഫ്രിക്കയും തമ്മിലൊരു ബന്ധമുണ്ട് ലാംഗ്വേജിൽ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഫ്രിക്കയിലെ അണ്ണയിന്നാണ് അവര്, നമ്മൾ ചേട്ടനെ അണ്ണയെന്ന് വിളിക്കുമെങ്കിൽ അവിടെ ഒണ്ണോന്ന് വിളിക്കും. എന്നിട്ട് അവിടെ ഒരു പന്ത് മുകളിലോട്ട് എറിഞ്ഞിട്ട് നമ്മൾ ഒരു ആഫ്രിക്കൻ പയ്യനോട് പുടു പുടു എന്നാണ് പറയുന്നത്. പന്ത് പുടു പുടു പുടി. തമിഴ്നാട്ടിലാണെങ്കിൽ പന്ത് പുടി എന്ന് പറയും. ഇതുപോലെ പോളിനേഷ്യൻ ലാംഗ്വേജും ഈ ഈസ്റ്റർ ഐലൻഡും ഗ്രീക്കും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഈ ഈസ്റ്റർ ഐലൻഡിലെ ആളുകൾ ഒരു സൺ ഗോഡിനെ പറ്റി പറയുന്നുണ്ട്. സൺ ഗോഡ് റാ. ഈ സൺ ഗോഡ് റായെ പറ്റി ഈസ്റ്റർ ഐലൻഡിൽ, ഈ ഐലൻഡിൽ ലോകത്തെങ്ങും ഇല്ലാത്ത, ഒരു കണക്ഷനും ഇല്ലാത്ത സൺ ഗോഡ് റായെ പറ്റി പറയുന്നുണ്ട്. ഈജിപ്തിൽ ഒരു സൺ ഗോഡ് റായെ പറ്റി പറയുന്നുണ്ട്. എവിടെയാ നമ്മളുടെ ഗ്രീക്കില് മറ്റേ അറ്റ്ലാന്റിസുമായിട്ടുള്ള യുദ്ധത്തില് ഭരതവർഷത്തിൽ നിന്ന് വന്ന ഒരു സൺ ഗോഡ് റായെ പറ്റി പറയുന്നുണ്ട്. രാമായണത്തിലും ഒരു സൂര്യപുത്രൻ, സൂര്യദേവൻ രാമനെ പറ്റി പറയുന്നുണ്ട്, റാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാണ്. ഇനി ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ക്രസ്റ്റ് ഉണ്ടാവുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്നും ഇവ നേരത്തെ ചോദിച്ചില്ല. വാട്ട് ഈസ് ദ ട്രിഗർ എന്ന്. അണ്ടർനീത്ത് എന്താ നടക്കുന്നത്? അണ്ടർനീത്ത് എന്ത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഭൂമിയുടെ സ്ട്രക്ചർ 2024 സയൻസ് അംഗീകരിച്ച ഭൂമിയുടെ സ്ട്രക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞാൽ അതിങ്ങ് എടുത്തു തന്നെ. ദിസ് ഈസ് ഫേക്ക് ബട്ട് ഇറ്റ്സ് ഓക്കെ. അവർ പറയുന്നത് ഇത്രയും ഇതാണ്. ഇവിടുന്ന് 60 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 60 കിലോമീറ്റർ തിക്നെസ് ഉള്ള, അകത്താണ് തിക്നെസ് ഉള്ള മോൾട്ടൺ ലാവ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ക്രസ്റ്റിന്റെ താഴെ 60 കിലോമീറ്റർ മൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ സ്റ്റേറ്റില് ഒരു ലാവ സ്ട്രിപ്പ് ഉണ്ട്. ലാവ സ്ട്രിപ്പ്, മോൾട്ടൺ ലാവ സ്ട്രിപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഇത് മോസ്റ്റ്ലി ആക്ടിങ് എ സോളിഡ്, ബിക്കോസ് ഭൂമി കറങ്ങുന്നുണ്ട്, കൂടെ കറങ്ങുന്നുണ്ട്, പ്രഷർ ഓക്കെയാണ്, അത് ഓക്കെയാണ്. പക്ഷേ എവറി ഫ്യൂ 1000 ഇയേഴ്സ് അഗോ ഈ ലിക്വിഡിനൊരു പ്രശ്നം പറ്റും. കാരണം കോൺസ്റ്റന്റ് ഫ്രിക്ഷൻ, കോൺസ്റ്റന്റ് പ്രഷർ, സോളാർ ആക്ടിവിറ്റി കൊണ്ടുണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഈ ഇന്നർ ലെയർ കൂടുതൽ ലിക്വിഡ് ആവും. ഇടയ്ക്കിടയ്ക്ക് മാത്രം കൂടുതൽ ലിക്വിഡ് ആവും. ഈ ലിക്വിഡ് ആവുമ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുകളിലുള്ള കോണ്ടിനെന്റ്സിനെയും താഴെയുള്ള മാന്റിലിനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നത് ഈ ലാവയാണ്. ഈ ലാവ കൂടുതൽ ലിക്വിഡ് ആയാൽ ഇതൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും മുകളിലുള്ള കോണ്ടിനെന്റ്സ് ഫ്രീ ഫോൾ ആയിട്ട് ഒന്ന് തെന്നും. മനസ്സിലായോ? കാരണം കോണ്ടിനെന്റ്സ് എൻറ്റയർലി നിൽക്കുന്നത് ഈ മോൾട്ടൺ ലാവ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. ഈ മോൾട്ടൺ ലാവയുടെ മുകളിൽ നിൽക്കുന്ന കോണ്ടിനെന്റ്സ്, ഈ മോൾട്ടൺ ലാവ വെള്ളമായി കഴിഞ്ഞാൽ
ദേ ആർ ഓൺ എ ഫ്രീ ഫോൾ. പിന്നെ നമ്മുടെ സർഫസിലുള്ള വാട്ടർ കൂളന്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിനെ കാം ഡൗൺ ചെയ്ത് ഫിക്സ് ആകുമ്പോഴത്തേക്കും കോണ്ടിനെന്റ്സ് ഇവിടെ ഉള്ളത് അപ്പുറത്ത് പോകും, അവിടെ ഉള്ളത് ഇപ്പുറത്ത് വന്ന് ഉറയ്ക്കും. അപ്പം അങ്ങനെയാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റുകൾ ഉണ്ടാവുന്നത്. ഈ ഔട്ടർ ലെയർ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇത് പ്രൂവ് ആണ്, പക്ഷെ ലെസ് പോപ്പുലർ ആണ്, ഹിഡൻ ആയിട്ട് വെച്ചേക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് ചെറിയ 2 എക്സാമ്പിളും കൂടെ തന്നിട്ട് ഞാൻ നിർത്തുവാണ്. നാസ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, ഞാൻ പറയുന്നതല്ല. ഇന്തോനേഷ്യയിലെ എർത്ത്ക്വേക്ക് 2004 നോർത്ത് പോൾ എന്ന് പറയുന്ന സാധനം 25 സെന്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്തു. ഒരൊറ്റ എർത്ത്ക്വേക്ക് ഒരു ദിവസം. എർത്തിന്റെ റൊട്ടേഷൻ സ്പീഡപ്പ് ചെയ്തു. ഈ റൊട്ടേഷൻ സ്പീഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവ ഈസ് ഗെറ്റിംഗ് ലിക്വിഡ് ആണ് ലിക്വിഡ്. മനസ്സിലായോ? അതിന്റെ ഘാതം കൊണ്ടാണ് ഈ 25 സെന്റിമീറ്റർ മാറുന്നത്. ലൈക് കൊറിയോളിസിസ് ഫോഴ്സ് അഫക്ട് ലിക്വിഡ്സ് ബെറ്റർ. യെസ്, ലിക്വിഡ്സ് ബെറ്റർ. ഇത് രണ്ടും ആയതുകൊണ്ട് ഒരു ദിവസം 2.7 മൈക്രോ സെക്കൻഡ്സ് കുറഞ്ഞു. ദിസ് ഈസ് നാസാസ് ന്യൂസ്. ഞാനിത് കൊടുത്തേക്കാം. 2010 ചിലിയിലെ എർത്ത്ക്വേക്കിൽ സെയിം സാധനം സംഭവിച്ചു. നോർത്ത് പോൾ ഷിഫ്റ്റ് ചെയ്തു, എർത്ത് സ്പീഡപ്പ് ചെയ്തു. 2011 ജപ്പാനിലും സെയിം എർത്ത്ക്വേക്ക് സംഭവിച്ചു. നോർത്ത് പോൾ ഷിഫ്റ്റ് ചെയ്തു, എന്താ പറയുന്നത്, ഈ എർത്ത് സ്പീഡപ്പ് ചെയ്തു. ഈ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്ത് വിട്ടേക്കാണ്. ഇനി നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, നോർത്ത് പോൾ എന്തോരെ ഷിഫ്റ്റ് ചെയ്യും, എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? പോൾസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ് പോൾ ഡ്രിഫ്റ്റിംഗ് തിയറി എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് തിയറിയാണ്. ഏർലി 1990s നോർത്ത് പോള് ഒരു വർഷം 9 മൈൽസ് അഥവാ 15 കിലോമീറ്റർ മാറും. ദിസ് ഈസ്, നമ്മളെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇയാൾ എഴുതി വെച്ച ഈ ബുക്ക് ക്ലാസിഫൈ ചെയ്ത് കളഞ്ഞത്. നാസ അല്ലെങ്കിൽ ലോക പിന്നെ നോളജാണ് 9 കിലോമീറ്റർ അല്ല 9 മൈൽസ് അല്ലെങ്കിൽ ഏകദേശം 14 കിലോമീറ്റർ ഒരു വർഷം നോർത്ത് പോള് മാറും. മനസ്സിലായോ? 14 കിലോമീറ്റർ ആണ് ഒരു വർഷം മാറുന്നത്. പക്ഷെ ഇതിനൊരു പ്രശ്നം വന്നു, ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 1990s GPS അപ്ഡേറ്റ് ചെയ്യുന്നത് 5 വർഷം കൂടിയായിരുന്നു. കാരണം ഇത് കോൺസ്റ്റന്റ്ലി മാറുമല്ലേ. 5 വർഷം കൂടുമ്പോൾ GPS അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അത് ഒരു വർഷമായി. ഇപ്പം 6 മാസം കൂടുമ്പോഴാണ് GPS അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ടു മച്ച് പോൾ ഷിഫ്റ്റ്. എന്ന് പറഞ്ഞാൽ 2023 40 മൈൽ അഥവാ 70 കിലോമീറ്റർ ഒരു വർഷം പോൾ മാറി. ഒരു വർഷം 2023 എന്ന് പറയുന്ന ഒരൊറ്റ വർഷത്തിൽ 70 കിലോമീറ്റർ പോള് മാറി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ എന്ന് പറയുന്നത് എന്റെ വീട്ടിലാണ് കൊടി കുത്തിയെങ്കിൽ ഒരു വർഷം കഴിയുമ്പം ആ കൊടി കുത്തിയത് കൊല്ലം ജില്ലയാവും. മനസ്സിലായോ? 10-15 years back it was 13 kilometers. Now it is 40 kilometers. ഇതിന് നമ്മുടെ മിത്തോളജിയിൽ എന്താ 70 kilometers. നമ്മുടെ എർത്തിനകത്ത് കുണ്ടലിനി അല്ലെ എനർജി അല്ലെ ഹീറ്റ് എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് അകത്തെ കുണ്ടലിനി എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്റപ്ഷൻ ഉണ്ടാവുന്ന അങ്ങനെ എന്തോ ഒരു സാധനം ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. നമ്മളുടെ ഈ സത്യയുഗ വരുന്നതിന് മുന്നേ ഭൂമിയിലെ കുണ്ടലിനി എനർജി വെളിയിൽ വന്നിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അത് പലരും പറയുന്നത് വലിയൊരു വോൾക്കാനിക് ഇറപ്ഷൻ, അവിടെയും ലാവയെ പറ്റിയാണ് പറയുന്നത്. കുണ്ടലിനി എനർജി വരുന്നു, അകത്തെ ലാവ എന്താ പറയുന്നത്, മോസ്റ്റ്ലി സോളിഡ് ആയി കിടക്കുന്ന ലാവ ചൂടായി ലിക്വിഡ് ആകുമ്പോഴാണ് ഇത് തെറിച്ച് വെളിയിലോട്ട് വരുന്നത്. ബേസിക്കലി മോർ എനർജി മോർ പീപ്പിൾ ആകുമ്പോൾ സർഫസ് നാച്ചുറലി ഹീറ്റഡ് അപ്പ് ആവും. അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഈ വോൾക്കാനോസ് വരുന്നത് എൻഡ് ഓഫ് ദി വേൾഡിനെ പറ്റി പറയുന്നതാണെന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ അടി കിടക്കുന്ന സോളിഡ് ആയിട്ട് കിടക്കുന്ന ലാവ സോളിഡ് ലിക്വിഡ് ആയാൽ എന്ത് സംഭവിക്കും? എക്സ്പാൻഡ് ചെയ്യും. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഊട്ടെ കൂടെ ഈ ലിക്വിഡ് വെളിയിൽ വരും. അതാണ് വോൾക്കാനിക് ഇറപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഈ സോളിഡ് ലിക്വിഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മറ്റേ ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് മായൻ കലണ്ടറിലും ഉള്ളത്. വോൾക്കാനോസ് വരുമ്പോഴായിരിക്കും ലോകത്തിലെ ഈ നമ്മളൊരു വോൾക്കാനോയെ പറ്റി പറഞ്ഞില്ലേ, ഈയിടെ പൊട്ടുന്ന വോൾക്കാനോ വരുന്നത് മായൻ കലണ്ടറിലുണ്ട്. ഇത് പൊട്ടുമ്പോ ഭൂമിയുടെ അന്ത്യം തുടങ്ങും എന്ന് പറഞ്ഞാൽ ആ ലെയർ ലിക്വിഡായി തുടങ്ങി. നമ്മുടെ ഫ്ലൈറ്റ് പാറ്റേൺ വരെ മാറ്റേണ്ടി വന്നു. അതെ, നമ്മുടെ ഫ്ലൈറ്റ് പാറ്റേൺ വരെ മാറ്റേണ്ടി വന്നു. അങ്ങനെ ഇത് മാത്രമല്ല, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും ഭൂമിയുടെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പോള് ഷിഫ്റ്റ് ചെയ്യും തോറും മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആവും. അതിനർത്ഥം ഇനി ഇതൊന്നും പോളൊന്നും ഷിഫ്റ്റ് ആയില്ലെങ്കിലും സൂര്യനിൽ നിന്നൊരു ആഘാതം അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ
മാഗ്നറ്റിക് ഫീൽഡ് തടയാൻ കാണില്ല. അപ്പോൾ നമ്മളുടെ ഭാവി എന്താവും, നമ്മളുടെ ഭൂതം എന്താവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ടിൽ വരും. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്ന എല്ലാ കഥകളും കറക്റ്റാണ്. നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്ന എല്ലാ യുഗങ്ങളും കറക്റ്റാണ്. നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്, യുഗങ്ങളായാലും കാലചക്രമായാലും. മായൻ കലണ്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? 2012 ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ 2012 ഏകദേശം 300 വർഷം പുറവിലാണ് അവരുടെ കലണ്ടർ. 2230 ലോകം അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 15 വർഷം മുന്നേ 7 കിലോമീറ്റർ മാറിയത് ഇപ്പൊ 70 കിലോമീറ്റർ ആണ് മാറിയേക്കുന്നത്. ഇമാജിൻ ഇൻ ദ നെക്സ്റ്റ് 50 years. അപ്പോ വലിയൊരു കാറ്റക്ലിസം വരുന്നുണ്ട്. നമ്മളെ ബാധിക്കുവോ നമ്മളെ ബാധിക്കാതിരിക്കുവോ അതൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ പറയുന്നതൊക്കെ തെറ്റായിരിക്കും. അതെ, നമ്മൾ പറയുന്നതൊക്കെ തെറ്റായിരിക്കാം. പക്ഷെ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂമി എന്ന് പറയുന്നത് ഈ 4000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കാര്യമല്ല. ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതും നമ്മളെക്കാട്ടി മുന്നേ ജീവിച്ചിരുന്ന ആളുകളും നമ്മളെക്കാട്ടി മുന്നേ ജീവിച്ചിരുന്ന സിവിലൈസേഷൻസും ഉണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ ഈ ദൈവങ്ങൾ അല്ലെങ്കിൽ ഏഞ്ചൽസ് അല്ലെങ്കിൽ മുഹമ്മദ് പറക്കുന്ന തളികയിൽ പോയെന്ന് പറയുന്നു, പറക്കുന്ന കുതിരയിൽ പോയെന്ന് പറയുന്നു. ഈ കൃഷ്ണനും അർജുനനും ഒക്കെ പറക്കും ചാരിറ്റിൽ പോയെന്ന് പറയുന്നു. യേശുവിൻ്റെ മാലാഖകൾ ചിറകടിച്ചുകൊണ്ട് വെള്ള കുതിരയെ കയറി പോയെന്ന് പറയുന്നു. ഇവരൊക്കെ പറയുന്നത് ഈ അന്നത്തെ കാലത്ത് കണ്ടതും കേട്ടതുമായ സിവിലൈസേഷന്റെ കഥ, ഒരു ഫ്ലഡ് വന്ന് പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് സർവൈവ് ചെയ്തവർ നമ്മൾക്ക് പാസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾക്ക് അവരെ പറ്റിയുള്ള ക്ലൂ മാത്രമാണത്. നമ്മളെ പറ്റി അടുത്ത 6000 വർഷം കഴിയുമ്പോൾ പറയുമായിരിക്കാം, അറിയത്തില്ല. സോ ഗൈസ്, ഞങ്ങൾ ഇവിടെ പറഞ്ഞൊക്കെ സയന്റിഫിക് എവിഡൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സ്പാർക്ക് ആയെങ്കിൽ ഡു യുവർ റിസർച്ച്. റിഷാബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഐ ഓഫ് ദ സഹാറ സെർച്ച് ചെയ്തേ പറ്റൂ. നിങ്ങൾ സെർച്ച് ചെയ്തേ പറ്റൂ. സോ ഗൈസ്, അത്തരം പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പോയി അടിപൊളി ഫുഡൊക്കെ അടിക്കൂ, നല്ല വൈനൊക്കെ കുടിക്കൂ, എൻജോയ് ചെയ്യൂ. 2-3 ദിവസത്തേക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടിരിക്കട്ടെ. വഴക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി വഴക്കൊക്കെ മാറ്റുക. കാമുകികളൊക്കെ ഉണ്ടെങ്കിൽ കാമുകികളെ വിളിച്ച് സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ആകെ 5-6 ദിവസം നമുക്ക് ലീവ് കിട്ടുന്നുള്ളൂ. സിംഗിൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടിരിക്കുക. So guys, talk to you guys later. Bye.